गणपतिं हवामहे कविं कवीनामुपमश्रवस्तमं ज्येष्ठराजं ब्रह्मणां ब्रह्मणस्पत आनशृण्वन्नोतिभिः सीदसादनं महागणपतये नमः। चिदानन्दरूपाय विश्वोत्पत्त्यादिहेतवे तापत्रयविनाशाय श्रीकृष्णाय वयं नमः। कोमलं कूजयन् वेणुं श्यामलोऽयं कुमारकः वेदवेद्यं परं ब्रह्म भासतां पुरतो मम। यं प्रव्रजन्तमनुपेतमपेतकृत्यं द्वैपायनो विरहकातर आजुहाव पुत्रेति तन्मयतयातरवोऽभिनेतु तं सर्वभूतहृदयं मुनिमानतोऽस्मि। हरि ओम्। ശ്രീമദ്ഭാഗവതം സപ്തമ സ്കന്ധത്തിലാണ് ഭഗവാൻ ധർമ്മ സംരക്ഷണാർത്ഥം, ശിഷ്ടരക്ഷണാർത്ഥം, ദുഷ്ടനിഗ്രഹാർത്ഥം ഇതൊക്കെയാണ് അവതാര ദൗത്യങ്ങളായി പറഞ്ഞിട്ടുള്ളത്. പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. ഭഗവാന്റെ നരസിംഹാവതാര കഥ വിസ്തരിച്ചിരിക്കുന്നത്. ഇതിൻ്റെ പശ്ചാത്തല കഥ വളരെ ശ്രദ്ധേയമാണ്. രാജസൂയ യാഗവേളയിൽ വലിയ ഒരു അനിഷ്ടം സംഭവിക്കേണ്ടായി. നാവ് ഉണർന്ന നാള് തൊട്ട് കൃഷ്ണവിരോധം മാത്രം പറഞ്ഞു നടന്ന ശിശുപാലൻ രാജസൂയ യാഗവേളയിൽ അഗ്രാസനത്തിലിരുത്തി സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനെ പൂജിച്ച സമയത്ത് മുനിജനവൃന്ദവും സജ്ജനങ്ങളും ചക്രവർത്തിമാരും രാജാക്കന്മാരും ഒക്കെ നിറഞ്ഞിരിക്കുന്ന സഭയിൽ ശിശുപാലൻ്റെ കൃഷ്ണവിരോധം പ്രകടമായി. സഹദേവൻ്റെ വാക്കനുസരിച്ചാണ് സർവഭൂതാത്മഭൂതാത്മാവായ ഭഗവാനെ പൂജിക്കാൻ നിശ്ചയിച്ചത്. സഹദേവൻ എന്ന കേവലം ബാലൻ്റെ വാക്ക് കേട്ട് മുനിജന വൃന്ദം മുഴുവൻ ഇങ്ങനെയൊരു തെറ്റായ സമീപനത്തിന് അനുമതി ഏകിയല്ലോ എന്നിങ്ങനെയൊക്കെയാണ് ബഹളം വെച്ച് ശിശുപാലൻ ആരംഭിച്ചത്. ഭീമനും അർജുനനുമൊക്കെ ആയുധമേന്തി ശിശുപാലനെ വധിക്കാൻ ഒരുമ്പെട്ടെങ്കിലും ഭഗവാൻ അവരെയൊക്കെ തടഞ്ഞു. തൻ്റെ സുദർശന ചക്രം കൊണ്ട് ശിശുപാലനെ ഹനിച്ചു. അപ്പോഴാണ് ധർമ്മപുത്രരെ ഞെട്ടിച്ചുകൊണ്ട് ഒരു ദിവ്യ ജ്യോതിസ് ശിശുപാല ശരീരത്തിൽ നിന്നും ഉയർന്ന് ഭഗവാനിലേക്ക് ചെന്ന് ലയിച്ചു ചേർന്നത്. ഇത് കണ്ട് അസ്വസ്ഥ ചിത്തനായ ധർമ്മപുത്രർ ആലോചിക്കുകയായിരുന്നു, ധർമാനുഷ്ഠാനത്തിൻ്റെ പ്രസക്തി എന്താണ്? വളരെ ദുഷ്ടനായ ശിശുപാലൻ പോലും ഭഗവാനോട് ചെന്ന് ചേർന്നു എങ്കിൽ പിന്നെ ധർമാനുഷ്ഠാനത്തിൻ്റെ പ്രസക്തി എന്താണ്? ശ്രീ നാരദ ഋഷിയോടാണ് ചോദ്യം ചോദിച്ചത്. നാരദ മഹർഷി ധർമ്മപുത്രരുടെ ചോദ്യത്തിന് ഉത്തരമായി പ്രഹ്ലാദ ചരിതം ഭഗവാൻ നരസിംഹമൂർത്തിയായി അവതരിച്ച കഥ പറയുന്നു. പരീക്ഷിത് മഹാരാജാവിനും ഇതേ സംശയം ഉണ്ടായതിനെ പുരസ്കരിച്ചാണ് ചർച്ച അങ്ങടേക്ക് നീളുന്നത്. പരീക്ഷിത്ത് ചോദിക്കുന്നു, സമപ്രിയ സുഹൃത് ബ്രഹ്മൻ
ഭൂതാനാം ഭഗവാൻ സ്വയം ഇന്ദ്രസ്യാർത്ഥേ കഥം ദൈത്യാൻ അവധീത് വിഷമോ യഥ. ഭഗവാനും രാഗദ്വേഷയുക്തനാണോ? എങ്ങനെ ഭഗവാൻ ദേവേന്ദ്രപക്ഷം പിടിച്ച് ദേവേന്ദ്രന് വേണ്ടി കാര്യങ്ങളൊക്കെ സാധിച്ചു കൊടുക്കുന്നു? അത് രാഗദ്വേഷയുക്തനെ പോലുള്ള ഒരു പെരുമാറ്റമായി പോയല്ലോ. ഇവിടെയാണ് ശുകബ്രഹ്മർഷി ധർമ്മപുത്രരും ശ്രീനാരദരും തമ്മിൽ നടന്ന സംവാദത്തെ ഉദ്ധരിച്ച് വിസ്തരിക്കുന്നത്. തസ്മാദ് വൈരാനുബന്ധേന നിർവൈരേണ ഭയേന വാ സ്നേഹാത് കാമേന വാ യുജ്യാത് കഥഞ്ചിന്നേക്ഷതേ പൃഥക് യഥാ വൈരാനുബന്ധേന മർത്യഃ തന്മയതാമിയാത് ന തഥാ ഭക്തിയോഗേന ഇതി മേ നിശ്ചിതാ മതിഃ. തസ്മാത് വൈരാനുബന്ധേന നിർവൈരേണ ഭയേന വാ സ്നേഹാത് കാമേന വാ യുഞ്ജിയാത് കഥഞ്ചിന്നേക്ഷതേ പൃഥക്. ധർമ്മപുത്രർക്ക് ശ്രീനാരദര് മറുപടി പറഞ്ഞു കൊടുത്തു. ഏത് പ്രകാരത്തിലായാലും ശരി ഭഗവാനുമായി സംബന്ധമുണ്ടായാൽ മതി, അവരൊക്കെ തന്നെ പരിരക്ഷിക്കപ്പെടും. അത് വൈരമാകട്ടെ അഥവാ നിർവൈരഭാവത്തിലാവട്ടെ, ഭയത്തോടെയാവട്ടെ, സ്നേഹം പുലർത്തിക്കൊണ്ടാവട്ടെ, കാമയുക്തരായിട്ടാവട്ടെ, സകല വികാരങ്ങളെയും ഭഗവാനിലേക്ക് തിരിച്ചുവിടാമെങ്കിൽ ഇത് നമുക്കൊക്കെ ഒരു സൗകര്യമാണ്. വികാരങ്ങൾ ഉണ്ടാവുന്നു എന്നതിനെക്കുറിച്ച് അലോസരപ്പെടേണ്ട കാര്യമില്ല. അത് ഭഗവാനിലേക്ക് എങ്ങനെ തിരിച്ചുവിടാം എന്നുള്ള അന്വേഷണമാണ് നടക്കേണ്ടത്. സകല വികാരങ്ങളെയും ഭഗവാനിലേക്ക് തിരിച്ചു വിട്ടു കഴിഞ്ഞാൽ ഭഗവാൻ നിശ്ചയമായും നമ്മെ അനുഗ്രഹിക്കും. ശ്രീനാരദര് സ്വാഭിപ്രായത്തെ വ്യക്തമാക്കുന്നു. യഥാ വൈരാനുബന്ധേന മർത്യഃ തന്മയതാമിയാത്. വൈരം കൊണ്ട് ഭഗവാനിൽ തന്മയത്വം പ്രാപിക്കും പ്രകാരം ഒരു പക്ഷേ മറ്റു വികാരങ്ങൾ കൊണ്ട് സമർത്ഥമായിക്കൊള്ളണമെന്നില്ല. അതാണ് ശിശുപാലനെ സംബന്ധിച്ച് വലിയ ഒരു അനുഗ്രഹമായത്. ന തഥാ ഭക്തിയോഗേന ഇതി മേ നിശ്ചിത മതിഃ. ഭക്തിയോഗം കൊണ്ടും അത്തരമൊരു തീവ്രത തന്മയ വിഷയത്തിൽ, തന്മയതയെ പ്രാപിക്കുന്ന വിഷയത്തിൽ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഇതാണ് എൻ്റെ അഭിപ്രായം എന്ന് ശ്രീനാരദര് നയം വ്യക്തമാക്കി. ഗോപ്യകാമാത് ഭയാത് കംസോ ദ്വേഷാച്ചൈത്യാദയോ നൃപാഃ സംബന്ധാത് വൃഷ്ണയ സ്നേഹാത് യൂയം ഭക്ത്യാ വയം വിഭോ. വികാരങ്ങളെ കൊണ്ട് വികാരങ്ങളെ ഭഗവാനിലേക്ക് ഉന്മുഖമാക്കുക കാരണം അനുഗ്രഹീതരായവരുടെ ഒരു ലിസ്റ്റ് ശ്രീനാരദർ അവതരിപ്പിക്കുന്നു. ഗോപ്യഃ കാമാത്. കാമം എന്ന വികാരം ഭഗവാനിലേക്ക് തിരിച്ചുവിട്ട് അനുഗ്രഹീതകളായവരാണ് ഗോപിമാരെങ്കിൽ, കംസൻ ഊണിലും ഉറക്കത്തിലും ഒരുപോലെ ഭഗവാനെ ഭയപ്പെട്ടുകൊണ്ട് വർത്തിച്ചു. അത് ഭഗവത് അനുഗ്രഹത്തിന് കാരണമായി. ദ്വേഷാത് ചൈത്യാദയോ നൃപാഃ. ശിശുപാലൻ തുടങ്ങിയവരൊക്കെ പക്ഷേ ദേഷ്യം കൊണ്ടാണ് ഭഗവാനെ ആശ്രയിച്ചതും പ്രാപിച്ചതും. സംബന്ധാത് വൃഷ്ണയഃ. വൃഷ്ണികളാവട്ടെ ബന്ധുത്വം കൊണ്ടാണ് ഭഗവത് അനുഗ്രഹത്തിന് പാത്രീഭൂതരായതെങ്കിൽ നിങ്ങൾക്കൊക്കെ ഭഗവാനോട് സ്നേഹമാണ്, ഞങ്ങൾക്കാണ് ഭക്തിഭാവം ഭഗവാനോട്. ഇപ്രകാരം കഥമോപി വേന സ്യാത് പഞ്ചാനാം പുരുഷം പ്രതി തസ്മാത് കേനാപ്യുപായേന മനഃകൃഷ്ണേ നിവേശയേത്. ഭാഗവത ചരിത്രത്തിൽ ആകെ ഒരാളേ ഉള്ളൂ എവിടെയും എത്താതായി പോയത്. അത് വേനനാണ്. കാരണം ഭഗവാനുമായിട്ട് ഒരു പ്രകാരത്തിലുള്ള സംബന്ധവും വേനന് ഉണ്ടായില്ല. സന്ദേശം എന്താണ്? ഏത് പ്രകാരത്തിലായാലും ശരി ഭഗവാനിലേക്ക്, കൃഷ്ണനിലേക്ക് മനസ്സിനെ നിവേശിപ്പിക്കാൻ സാധിക്കണം.
അതിനുള്ള ഉത്സാഹം ഉണ്ടാവട്ടെ. തുടർന്നാണ് ഹിരണ്യകശിപുവിൻ്റെ കഥ പറയുന്നത്. ഹിരണ്യാക്ഷനെന്നും ഹിരണ്യകശിപു എന്നും 2 പേര്. അസമയത്ത് ആണ് പുത്രോത്പാദനമുണ്ടായത്. അത് കാരണം ഏറ്റവും അസുരവൃത്തികളോടുകൂടി അവർ ജനിച്ചു. ഇവർക്കൊരു പൂർവകഥയുണ്ട് എന്നുള്ളതാണ് ഈ വിഷയത്തിൽ ആലോചനാമൃതമായിട്ടുള്ള കാര്യം. ഇത് നമുക്ക് വ്യാവഹാരിക ലോകത്തിൽ ഓർമ്മിക്കാവുന്നതാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ചിലരോട് നമുക്ക് ആദരം തോന്നും, വേറെ ചിലരോട് സ്നേഹം തോന്നാം. ഇതുപോലെ തന്നെ പലരോടും നമുക്ക് ശത്രുതയും ഉണ്ട്. ഈ ശത്രുതയെ സംബന്ധിച്ച് അതൊരു ഋണാത്മക വികാരമായതുകൊണ്ട് ശല്യമായി പോവുമല്ലോ. ഈ കഥ അത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് ആലോചിക്കാവുന്നതാണ്. എന്താണ് വിഷയം? ജയവിജയന്മാരാണ് ശാപയുക്തരായി ഹിരണ്യകശിപുവും ഹിരണ്യാക്ഷനുമായിട്ട് വരുന്നത്. ഈ ജയവിജയന്മാരാകട്ടെ വൈകുണ്ഠത്തിലെ പാർഷദന്മാരായിരുന്നു, ഭഗവത് പാർഷദന്മാരായിരുന്നു. അവരാണ് ശാപയുക്തരായിട്ട് പതിച്ചുപോയത്. ഭഗവാൻ തന്നെ വാഗ്ദാനം ചെയ്തിരിക്കുന്നു, ഞാൻ വന്ന് നിങ്ങളെ ജന്മജന്മാന്തരങ്ങളിൽ അനുഗ്രഹിച്ചോളാം. ശപിച്ചതാകട്ടെ ഭഗവാന്റെ തന്നെ മറ്റ് പാർഷദന്മാരായിട്ടുള്ള സനകാദി ഋഷീശ്വരന്മാരാണ്. ശാപത്തെക്കുറിച്ച് സങ്കോചം പ്രകടിപ്പിച്ച സമയത്ത് ഭഗവാൻ അവരെയും ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ആർക്കും തെറ്റുപറ്റിയിട്ടില്ല, ഇതും എൻ്റെ സങ്കല്പം കൊണ്ട് തന്നെ സംഭവിച്ചതാണ്. ഭഗവത് സങ്കല്പം കൊണ്ട് സനകാദി ഋഷീശ്വരന്മാർ ശപിക്കുന്നു. ഭഗവത് സങ്കല്പം കൊണ്ട് ശാപം ഏറ്റുവാങ്ങാൻ ജയവിജയന്മാർക്ക് സംഗതി വരുന്നു. ഭഗവാന്റെ സങ്കല്പം കൊണ്ട് തന്നെ അവർ അസുരന്മാരായി അധപ്പതിച്ചാലും അവരെ ഉദ്ധരിക്കാൻ ഭഗവാൻ തന്നെ തയ്യാറായും വരും. ഇത് നമ്മെ സംബന്ധിച്ചിടത്തോളം അസുഖകരങ്ങളായിട്ടുള്ള സംഭവങ്ങളെ നോക്കിക്കാണുന്നതിനും ദഹിപ്പിക്കുന്നതിനും ശോഭനമായ ഒരു സന്ദേശമായി സ്വീകരിക്കാവുന്നതാണ്. അസുഖകരമായ സന്ദർഭങ്ങളെയൊക്കെ നോക്കിക്കാണാനും ദഹിപ്പിച്ചെടുക്കാനും നാം വളരെ പ്രയാസപ്പെടുന്ന സമയത്ത് ഇതിൻ്റെയൊക്കെ പിറകിൽ ഒരു ഡിസൈൻ, ഒരു ആസൂത്രണം, ദിവ്യമായ ഒരു സങ്കല്പം ഉണ്ട് എന്ന് നമുക്ക് ഓർമ്മിക്കാം. ഓരോരുത്തരും അവരവരുടേതായ റോളുകൾ നിർവഹിക്കണം. അപ്പം എൻ്റെ പ്രസക്തി എന്താണ്? ഇങ്ങനെ ഒരു ശത്രു നമ്പർ 1 എനിക്ക് കൊണ്ട് തന്നിരിക്കുന്നു. ഇവിടെ ഞാൻ ഏതു പ്രകാരത്തിലാണ് എൻ്റെയും സമാജത്തിൻ്റെയും ഒക്കെ വളർച്ചയ്ക്ക് ഉതകുമാറ് പെരുമാറേണ്ടത്? ഈ നിലയിലുള്ള ഒരു അന്വേഷണം നടത്താനാണ് നമ്മൾ അതാത് സമയത്ത് തയ്യാറാവേണ്ടത്. ഒന്നും തന്നെ അസ്ഥാനത്തല്ല, അപ്രസക്തം ആയിരിക്കില്ല. കാരണം സർവേശ്വരനായ ഭഗവാനെ സംബന്ധിച്ചിടത്തോളം എന്തും ക്ഷിപ്രസാധ്യമാണ്. അതുകൊണ്ട് മറ്റൊരു തരത്തിൽ നമുക്ക് അഹിതമായ രീതിയിലൊക്കെ എന്തെങ്കിലുമൊക്കെ കാണുന്ന സമയത്ത് അതിൻ്റെ പിറകിൽ ഭഗവാൻ എന്തോ ഒരു ഉദ്ദേശമുണ്ട് എന്ന് വിചാരിക്കാൻ നമുക്കൊക്കെ സാധിക്കുമാറാവട്ടെ. ഹിരണ്യാക്ഷനെ നേരത്തെ വധിച്ചു. ഈ വധവൃത്താന്തം 3-ാം സ്കന്ധത്തിൽ വിശദീകരിക്കപ്പെട്ടിരിക്കുന്നു. ഇനിയുള്ളത് ഹിരണ്യകശിപുവാണ്. ഹിരണ്യകശിപു തിരിച്ചറിയുന്നു തൻ്റെ സഹോദരൻ ഹരിയാൽ കൊല്ലപ്പെട്ടു. ഇതറിഞ്ഞതോടെ ഹിരണ്യകശിപുവിന് സഹിച്ചില്ല. അദ്ദേഹം അസുരന്മാരുടെ യോഗം വിളിച്ചുകൂട്ടി. താവത് യാദഭുവം യൂയം വിപ്രക്ഷത്ര സമേധിതാം സൂതയധ്വം തപോയജ്ഞസ്വാധ്യായ വ്രതദാനിനഃ വിഷ്ണുദ്വിജക്രിയാമൂലോ യജ്ഞോധർമ്മമയഃ പുമാൻ
ദേവർഷി പിതൃഭൂതാനാം ധർമ്മസ്യ ച പരായണം. ബ്രാഹ്മണരനുഷ്ഠിക്കുന്ന ധർമ്മം കൊണ്ടാണ് വിഷ്ണുവിന് വർധനമുണ്ടാകുന്നത്. വിഷ്ണുവിൻ്റെ അവയവങ്ങളായിരിക്കുന്നത്, ഹരിയുടെ അവയവം എന്ന് പറയുന്നത് വൈദിക കർമ്മങ്ങളാണ്. വേദപാരായണവും യജ്ഞാനുഷ്ഠാനങ്ങളും അതുപോലെ സദാചാരനിഷ്ഠമായ കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ട് ഇവയൊക്കെ നശിപ്പിക്കുക. അങ്ങനെയാണെങ്കിൽ ഹരിബലം കുറയും. അസുരന്മാരെ ഈ ഹിരണ്യകശിപു ആഹ്വാനം ചെയ്തു. യത്ര യത്ര ദ്വിജാഗാവോ വേദാവർണാശ്രമാ ക്രിയാഃ തം തം ജനപദം യാത സന്ദീപയത വൃക്ഷതഃ. എവിടെയൊക്കെ ധർമാചരണം നടക്കുന്നുണ്ടോ, ബ്രാഹ്മണന്മാരുണ്ടോ, പശുക്കളുണ്ടോ, വേദവർണാശ്രമ ധർമ്മങ്ങൾ ഭംഗിയായി പരിപാലിക്കപ്പെടുന്നുണ്ടോ, അവിടെയൊക്കെ ചെല്ലുക. എന്നിട്ടോ അതൊക്കെ സന്ദീപയത, അവയൊക്കെ തന്നെ തീ വെച്ച് നശിപ്പിക്കുക. ഇതിന് ഓർഡർ കൊടുത്തു. തുടർന്ന് അമ്മയെ ചെന്ന് കണ്ട് അമ്മയെ നന്നായിട്ട് ആശ്വസിപ്പിക്കുന്നു ഈ ഹിരണ്യകശിപു. അവിടെ ഇത്തിരി വേദാന്തമൊന്നും പറയാതില്ല എന്ന് പറയുക. എന്തായാലും വൈകുണ്ഠവാസന എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ. അമ്മയുടെ അടുത്ത് ചെന്നിട്ട് വളരെ കേമായിട്ടാണ് വേദാന്ത ഉപദേശം കൊടുക്കുന്നത്. തതഃ ശോചതമായൂയം പരം ആത്മാനമേവ ച ക ആത്മാ ച പരോവാത്ര സ്വീയപാരക്യ ഏവ വാ. ഹേ അമ്മേ, അമ്മ വിഷമിക്കരുത്. കാരണം ആത്മാവ് നാശരഹിതമാണ്. പരമാത്മ തത്വത്തെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ഈ ശരീരാദികളുടെ ഗതിവിഗതികളൊന്നും തന്നെ നമ്മെ അലോസരപ്പെടുത്തില്ല. എന്നിപ്രകാരമൊക്കെ സ്വപരാഭിനിവേശേന വിനാജ്ഞാനേന ദേഹിനാം. ദേഹികൾക്ക് ദുഃഖം വരുന്നതിന് കാരണം എന്താണ്? എൻ്റേത്, ഞാൻ എന്നിത്യാദി വിചാരങ്ങളൊക്കെയാണ്. ഇതൊക്കെ ദേഹസംബന്ധിയാണ്. അപ്പം അതിനെ ജയിക്കാൻ അമ്മ ശ്രദ്ധിക്കൂ എന്നിങ്ങനെ കേമായിട്ടുള്ള ഉപദേശമൊക്കെ കൊടുത്തു. പിന്നീട് ഒരു മകൻ്റെ മരണത്തിൽ വിഷമിക്കുന്ന അമ്മയെ ആശ്വസിപ്പിച്ച കഥ. സുയജ്ഞൻ എന്ന രാജാവിൻ്റെ മരണത്തിൽ വിഷമിക്കുന്ന കുടുംബത്തെ സാക്ഷാൽ യമമഹാരാജാവ് തന്നെ വന്ന് ആശ്വസിപ്പിക്കുന്ന കഥ. യമമഹാരാജാവുക്ക് ഒരു കുമാരൻ്റെ വേഷത്തിൽ വന്ന് ആശ്വസിപ്പിക്കുന്ന കഥയൊക്കെ വിസ്തരിച്ചു. തുടർന്ന് ഹിരണ്യകശിപുവിൻ്റെ നിശ്ചയം എന്താണ്? ഹരി ശത്രുവാണ്, ഹരിയെ ഹനിക്കണം, ഹരി അരിയാണ്. ഇതാണ് ഒരു റിയലൈസേഷൻ. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് തപസ് ചെയ്ത് വരബലം നേടണം. ഇപ്പം ഇവർ ചെയ്യുന്ന തപസ്സും ഇവരുടെ ആഗ്രഹവും ഇവരുടെ കർമ്മവും ഒക്കെ തമ്മിൽ ബന്ധമുണ്ടാവും എന്ന് പറയാം. ഭഗവത്ഗീത 9-ാം അധ്യായത്തിൽ മോഘാശാമോഘകർമാണഃ മോഘജ്ഞാനാവിചേതസഃ രാക്ഷസീമാസുരീം ചൈവ പ്രകൃതിം മോഹിനീം ശ്രിതാഃ എന്നിങ്ങനെ ആസുര സമീപനത്തിൻ്റെ ഒരു പദ്ധതിയെ അല്ലെങ്കിൽ ഒരു പ്രകാരത്തെ വിസ്തരിച്ചിട്ടുണ്ട്. മോഘാശ, വ്യർത്ഥമായ ആശ പുലർത്തുന്നു. തദനുസൃതം മോഘകർമാണഃ, വ്യർത്ഥമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നു. മോഘജ്ഞാന, അതിന് കാരണം വികലമായ അറിവാണ്. ഇത് നമ്മുടെയൊക്കെ ജീവിതത്തിലും അങ്ങനെ തന്നെയാണ്. എന്താണോ അറിവ്, കാഴ്ചപ്പാട്, ദി വിഷൻ ഓഫ് ലൈഫ്, അതിനനുസരിച്ച് ആശകൾ ഉരുത്തിരിഞ്ഞു വരുന്നു. അതിനനുസരിച്ചാണ് കർമ്മങ്ങൾ ഉണ്ടാവുക. ഇപ്പം ഇവിടെ അസുര വൃന്ദത്തെ സംബന്ധിച്ചിടത്തോളം വ്യർത്ഥമായ ജ്ഞാനം, വികലമായ ജ്ഞാനമാണ്. തദനുസൃതമായ ആശയാണ്. തദനുസൃതമായ കർമ്മങ്ങൾ ദ്രോഹകർമ്മങ്ങളായിരിക്കും. തപസ്സും ഇതിൻ്റെ തന്നെ ഭാഗമായിരിക്കും. ചെയ്യുന്നത് തപസ്സാണെങ്കിലും അസുരനാണെങ്കിലും ആണ് ചെയ്യുന്നതെങ്കിൽ അത് ആസുരിക തപസ്സായിരിക്കും. ആത്മവിനാശവും പരനാശവും ഒക്കെയായിരിക്കും അതിൻ്റെ ഒരു സ്വഭാവം. അങ്ങനെ ഹിരണ്യകശിപു ഘോര തപസ് അനുഷ്ഠിക്കാൻ പോയി. മന്ദര പർവ്വതത്തിൽ കൈ ഉയർത്തിപ്പിടിച്ച് നേത്രം ആകാശത്തിൽ ഉറപ്പിച്ച്
പാദാങ്കുഷ്ഠം മാത്രം ഭൂമിയിൽ ഉറപ്പിച്ചു നിന്നുകൊണ്ടുള്ള ഘോര തപസ്, തീവ്രമായ ഏകാഗ്രതയുണ്ട്. അങ്ങനെ തപസ് ഗംഭീരമായിട്ട് പുരോഗമിച്ചപ്പോൾ ദേവലോകത്തിലടക്കം ഉഷ്ണം വർദ്ധിച്ചു, ഇരിക്കപ്പൊറുതിയില്ലാതായി. അവരെല്ലാവരും തന്നെ സാക്ഷാൽ നാൻമുഖനെ സമീപിച്ച് ഈ അസഹനീയമായ ഉഷ്ണത്തെക്കുറിച്ച് പറഞ്ഞു. ഭഗവാൻ ബ്രഹ്മാവാകട്ടെ കാര്യത്തെ ഗ്രഹിച്ചു പറഞ്ഞു, ഹിരണ്യകശിപു എന്നെ ഉദ്ദേശിച്ച് തപം ചെയ്യുന്നുണ്ട്, താപശാന്തി പകരാം നിങ്ങൾക്കും അദ്ദേഹത്തിനും. പുറപ്പെടാനൊരുങ്ങിയപ്പോൾ പക്ഷെ ദേവന്മാർ പറഞ്ഞു, സൂക്ഷിച്ചു വേണോട്ടോ വരം കൊടുക്കാൻ. ശരിയെന്ന് പറഞ്ഞിട്ടാണ് പോയത്. പക്ഷെ അവിടെ എത്തിയപ്പോൾ ഒക്കെ മറന്നുപോയി എന്ന് പറയുക. കാരണം അത്ര ഘോരമായിട്ടുള്ള തപസ്സാണ് ഹിരണ്യകശിപു അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നത്. വള്ളികളൊക്കെ ഇങ്ങനെ പടർന്നിരിക്കണു ഇത്രേ ദേഹത്തിലേ. അതൊക്കെ കണ്ടപ്പോഴേക്ക് ബ്രഹ്മാവിന് ശരിക്കും മനസ്സലിഞ്ഞു. സംസാരിക്കാൻ പോലും വയ്യാത്ത അവസ്ഥയിൽ അങ്ങനെ നിൽക്കുകയാണ്, അത്രയും ഏകാഗ്രചിത്തനായിട്ട്. ജലമൊക്കെ എടുത്ത് കുടഞ്ഞ ശേഷമാണ് സംസാരം തന്നെ ആരംഭിച്ചത്. വരദോഹമനുപ്രാപ്തോ വ്രീയതാം ഈപ്സിതോ വരഹ. ഞാൻ നിനക്ക് വശകനായിരിക്കുന്നു, നിന്റെ തീവ്രമായ തപസ് കൊണ്ട് ഞാൻ നിന്നിൽ സംപ്രീതനായിരിക്കുന്നു. ഏത് വരം വേണമെങ്കിലും ചോദിച്ചുകൊള്ളുക. പെട്ടെന്നാണ് ബ്രഹ്മാവിന് ഓർമ്മ വന്നത്, അങ്ങനെ എന്തും കൊടുക്കാൻ ബുദ്ധിമുട്ടാവൂലോ. അതുകൊണ്ട് പറഞ്ഞു, അമരണത മാത്രം തരാൻ പറ്റില്ല. ശരിക്കും അത് തന്നെയാണ് ചോദിക്കാനിരിക്കുന്നതേ. അമരണത തരാൻ പറ്റില്ല. ആട്ടെ, മരണം ഉണ്ടായിക്കോട്ടെ, പക്ഷെ അതിന് ചില കണ്ടീഷൻസ് ഒക്കെ ആവാമല്ലോ. ഇപ്രകാരമാണ് ഹിരണ്യകശിപു വരം ചോദിച്ചത്. എന്തൊക്കെയാ വരം? നാന്തർ ബഹിർദിവാനക്തം അന്യസ്യാപി ച ആയുധൈഹി ന ഭൂമൗ നാംബരേ മൃത്യുർ ന നരൈഹി ന മൃഗൈരപി. ഏത് കർത്തവ്യവും ഏത് കർമ്മവും നടക്കണമെങ്കിൽ കർത്താവ് വേണം, കരണം വേണം, ദേശകാലങ്ങൾ വേണം. ഈ വസ്തുതകളെയൊക്കെ ആവും പോലെ നിഷേധിക്കുക. അങ്ങനെയാണെങ്കിലോ കർമ്മം തടയാം. ഇതാണ് ഹിരണ്യകശിപുവിൻ്റെ ബുദ്ധിയിലുദിച്ച ആശയം. അതുകൊണ്ട് അദ്ദേഹം അകത്ത് വെച്ചും പുറത്ത് വെച്ചും മരണം നടക്കരുതെന്നും ആകാശത്തിൽ വെച്ചും ഭൂമിയിൽ വെച്ചും മരണം നടക്കരുതെന്നും വരം ചോദിച്ചു. എന്ന് പറഞ്ഞാൽ ദേശപരമായി തടഞ്ഞു. പിന്നെയോ പകല് രാത്രി കാലപരമായ ഓട്ടയടയ്ക്കൽ. പകലും രാത്രി എന്നെ ആരും കൊല്ലാൻ പാടില്ല. കരണങ്ങളൊക്കെ നിഷേധിക്കുന്നതിനായിക്കൊണ്ട് ആയുധങ്ങളെ കൊണ്ട് കൊല്ലരുതെന്ന് പറഞ്ഞു. കർത്താവിനെ നിഷേധിക്കാനായിക്കൊണ്ട് മനുഷ്യനും എന്നെ ഹനിക്കരുത്, മൃഗവും ഹനിക്കരുത് എന്ന് പറഞ്ഞു. ഇതോടുകൂടി താൻ അജയ്യനായി എന്നാണ് നിശ്ചയിച്ചത്. മനസ്സലിഞ്ഞ് ബ്രഹ്മാവ് വരം നൽകുകയും ചെയ്തു. പക്ഷേ ആർക്കും അങ്ങനെ അജയ്യരാവാൻ സാധിക്കില്ല എന്ന് പറയുക. എത്രയൊക്കെ നമ്മുടെ ബുദ്ധി ഉപയോഗിച്ചാലും ശരി, മാസ്റ്റർ മൈൻഡ് അത് എന്തൊക്കെയായാലും വ്യഷ്ടിയേക്കാൾ കേമായിരിക്കുമല്ലോ സമഷ്ടി മനസ്സ്, കോസ്മിക് മൈൻഡ്. ഈ കോസ്മിക് മൈൻഡ് ഈ വരപ്രാപ്തിയിലും ഒരു ഇടനാഴി കണ്ടെത്തി എന്ന് പറയുക. അതെന്താ? അത് രാവും പകലും അല്ലേ നിഷേധിച്ചുള്ളൂ, സന്ധ്യയ്ക്ക് ആവാമെന്ന് നിശ്ചയിച്ചു. ഇപ്രകാരം മനുഷ്യനും പറ്റില്ല, മൃഗവും പറ്റില്ല എന്നല്ലേ പറഞ്ഞുള്ളൂ, മനുഷ്യ മൃഗത്തിന്റെ കാര്യം പറഞ്ഞിട്ടില്ലല്ലോ എന്നായി. ഈ ഒരു സൗകര്യം അവിടെ ഉള്ളത് ശ്രദ്ധേയമാണ്. എന്താ ഹിരണ്യകശിപുവിൻ്റെ ഒരു തപസ്സിലുള്ള ശ്രദ്ധയും വരം ചോദിച്ചതിലുള്ള ഒരു ശ്രദ്ധയും. ഇതെങ്ങനെ നമ്മുടെ ജീവിതവുമായി ബന്ധിപ്പിച്ച് ആലോചിക്കുന്നതാണെങ്കിൽ നമ്മളൊക്കെ ഈ വിഷയത്തിൽ ജാഗ്രത പാലിക്കുന്നുണ്ട്. എവിടെയോ തത്വസാക്ഷാത്കാരത്തിൻ്റെതായ തീവ്രേച്ഛ ഉണ്ടെങ്കിലും
പ്രബലമായി നമ്മെ ഭരിക്കുക ഭൗതിക താല്പര്യങ്ങളാണ്. ഈ ഭൗതിക താല്പര്യങ്ങളാവട്ടെ തത്വസാക്ഷാത്കാരത്തിൻ്റെ പഴുതടയ്ക്കും വിധം നമ്മുടെ ജീവിതത്തെ ആസൂത്രണം ചെയ്യുന്നു. സാമാന്യ ശ്രേയോ മാർഗത്തിൽ പുരോഗമിക്കാൻ എന്താ വേണ്ടതെന്ന് ചോദിച്ചാൽ കാലത്ത് നേരത്തെ എണീക്കുക, സ്നാനാദികളൊക്കെ നിർവഹിക്കുക, നാമജപം തുടങ്ങി അനുഷ്ഠാന പാതയിൽ പട്ടിപട്ടിയായി എന്തൊക്കെ ഉപദിഷ്ടമായിട്ടുണ്ട് ആ പാതയിലൂടെയൊക്കെ ചരിക്കുക. ഇത്രയേറെ ലളിത സൗകര്യങ്ങളുണ്ട്. ഇത് ലളിതം എന്ന് പറയാൻ കാരണം സ്വൽപ്പമപ്യസ്യ ധർമ്മസ്യ ത്രായതേ മഹതോ ഭയാത്ത്. സ്വൽപ്പപൂർവക അനുഷ്ഠാനം പോലും നമ്മെ വളരെ അനുഗ്രഹിക്കും, രക്ഷിക്കും ധർമ്മസ്ഖലനത്തിൽ നിന്നും. അങ്ങനെ ചിട്ടപ്പെടുത്തിയിരിക്കെ നമ്മളതിന് 100 എക്സ്ക്യൂസ് കാണുന്നില്ലേ? ഇതൊക്കെ ഹിരണ്യകശിപു വരം ചോദിച്ചതുപോലെയാ. തലേന്നാൾ അതിഥികൾ വീട്ടിൽ വന്നതുകൊണ്ട് കിടക്കാൻ വൈകി, അതുകൊണ്ട് എണീക്കുന്നത് വൈകിക്കോട്ടെ. ഓഫീസിൽ 100 കൂട്ടം കാര്യങ്ങളുണ്ട്, അതുകൊണ്ട് ഇന്നിപ്പോൾ നാമം ജപിക്കാനിരുന്ന നടക്കില്ല, അതുകൊണ്ട് ഒരു ദിവസം ചെയ്തില്ലെങ്കിലും ഭഗവാൻ പിണങ്ങില്ലായിരിക്കും. മറ്റു കാര്യങ്ങൾക്ക് മുൻഗണന വരിക, ജീവിത സാഫല്യത്തിന് സഹായിക്കുന്ന വിഷയം പിന്തള്ളിപ്പോവുക. ഇത് സംഭവിക്കണില്ലേ? ഇതിനെ നമ്മൾ ഇവിടെ ഹിരണ്യകശിപുവിൻ്റെ വരപ്രാപ്തിയുമായി ബന്ധിപ്പിച്ച് മനസ്സിലാക്കണം. ഒരു ഭാഗവതം ജ്ഞാന വൈരാഗ്യ സിദ്ധ്യർത്ഥം കഥ പറയുമ്പോൾ അത് സമഷ്ടി തലത്തിലുള്ള ബിംബങ്ങളൊക്കെ വെച്ചായിരിക്കും കഥ പറയുക. അതിനെ നമ്മൾ നമ്മുടെ വെഷ്ടി തലത്തിലേക്ക് ആവാഹിച്ച് മനസ്സിലാക്കുമ്പോൾ ഇങ്ങനെയൊക്കെയും കൂടി ചിന്തിച്ചോളണം. ഞാൻ എൻ്റെ ശ്രേയോ മാർഗത്തിൽ, അത് വാസ്തവത്തിൽ അഹന്തയെ ഹനിക്കാനുള്ള സൗകര്യം കൊടുക്കലാണ്. ശ്രേയോമാർഗത്തിൽ പുരോഗമിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഞാൻ അസ്തമിക്കണം, ഇതാണ് അർത്ഥം. ഏത് ഞാൻ? സങ്കുചിത താതാത്മ്യങ്ങളുടേതായ അഹന്ത, അത് ഹനിക്കപ്പെട്ടേ തീരും. ഈ ഹനിക്കപ്പെടുന്ന വിഷയത്തിൽ പ്രയാസം തോന്നുന്നു. ഇതല്ലേ ഇപ്പൊ ഹിരണ്യകശിപുവിൻ്റെ കഷ്ടം. എന്നിട്ടോ അഹന്തയെ നിലനിർത്താൻ വരം ചോദിക്കുന്നു. ഇതാണ് നമ്മളും ദൈനംദിന ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശ്രേയോമാർഗത്തിൻ്റെ പഴുതുകളൊക്കെ ബോധപൂർവവും അബോധപൂർവവും അടച്ചുകൊണ്ടേയിരിക്കുന്നു. ഇപ്രകാരം ബന്ധപ്പെടുത്തി ചിന്തിക്കുമല്ലോ. എന്താ കാരണം? ഹിരണ്യകശിപുവാണ്. ഹിരണ്യകശിപു എന്ന് പറഞ്ഞാൽ ഭൂതഭൗതിക മായികതയിൽ ഭ്രമിക്കുക എന്നുള്ളത് സ്വഭാവമായ വ്യക്തിത്വം. ഭൗതികത എന്ന് പറയുന്നത് തികച്ചും മായികമാണ്. ഈ മായയുടെ ഏറ്റവും പ്രഭാവം സൂചിപ്പിക്കാൻ വേണ്ടിയാണ് സ്വർണം, ഹിരണ്യം എന്ന പദം പ്രയോഗിച്ചത്. ഹിരൺമയേന പാത്രേണ സത്യസ്യ അപിഹിതം മുഖം എന്ന് ഉപനിഷത്തും നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു. അപ്പൊ സ്വർണം എന്നുള്ളത് ഭൂതഭൗതികതയുടെ മായാ കാഴ്ചകളുടെ പ്രതീകമാണ്. അതിൽ കണ്ണ് മഞ്ഞളിച്ചു പോയ അഹന്ത, ഇതൊക്കെ മിഥ്യയാണ്. സർവസാരമായ സത്യം അത് അഹന്തയെ ജയിച്ച് അറിയേണ്ടതാണ്. ഈ ശ്രേയസിൻ്റെ വഴിക്ക് വിഘ്നങ്ങൾ സൃഷ്ടിക്കുന്നു. അങ്ങനെ വരമൊക്കെ വാങ്ങിച്ചു വന്നു ഹിരണ്യകശിപു. ഈ സമയത്താണ്
ഉപലബ്ധവരനായി തുഷ്ടനായി പൂർവാധികം വീര്യത്തോടുകൂടി ഹിരണ്യകശിപു തിരിച്ചു വന്നിട്ടാണ് അദ്ദേഹത്തിന് പ്രഹ്ലാദ ബാലകൻ മകനായി ജനിക്കുന്നത്. അതിനു മുമ്പേ ഗർഭിണിയായിരുന്നു കയാധു. ഹിരണ്യകശിപുവിൻ്റെ പത്നി കയാധു നേരത്തെ ഗർഭിണിയായിരുന്നു. അങ്ങനെ പ്രഹ്ലാദനെ ഗർഭത്തിൽ ധരിച്ചിരിക്കുന്ന സമയത്താണ് ഹിരണ്യാക്ഷൻ കൊല്ലപ്പെട്ടു. ഹിരണ്യകശിപു തപസ്സിന് പോയി. ദേവേന്ദ്രൻ അസുരലോകം ആക്രമിച്ചു. കയാധു ഗർഭിണിയാണെന്ന് കണ്ടപ്പോൾ അസുരവിത്തിനെ മുളയിലേ നുള്ളിക്കളയാമെന്ന ചിന്തയിൽ കയാധുവിനെ കൊണ്ടുപോവുകയായിരുന്നു. നാരദർഷി ഇടപെട്ടിട്ട് തടഞ്ഞു നിർത്തി ആശ്രമത്തിലേക്ക് വിട്ടുതരണമെന്ന് ആവശ്യപ്പെട്ടു. നാരദർഷിക്ക് ഒരു ദൂരക്കാഴ്ചയുണ്ടായിരുന്നു, ഉദ്ദേശവും ഉണ്ടായിരുന്നു. ഒരു പരമഭക്തനെ അവതരിപ്പിക്കണം എന്ന ഉദ്ദേശമായിരിക്കണം. ശ്രീ നാരദ ഭക്തി സൂത്രങ്ങൾ എഴുതിയിട്ടുണ്ട്. ശ്രീ നാരദ ഭക്തി സൂത്രങ്ങൾ അക്ഷരാർത്ഥത്തിൽ അനുസരിച്ച ഒരു ഭക്തൻ ചൂണ്ടിക്കാണിക്കണമെങ്കിൽ അത് പ്രഹ്ലാദനായിരിക്കും. അതും ചിലപ്പോൾ നാരദ മഹർഷി ലക്ഷ്യമാക്കിയിരിക്കണം. ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഏതായാലും ശരി, കയാധുവിനെ ചോദിച്ചു വാങ്ങിച്ചു, ആശ്രമത്തിൽ കൊണ്ടുപോയി പാർപ്പിച്ചു. ത്രിമൂർത്തികൾ ഒഴികെ ബാക്കി എല്ലാവരും ഹിരണ്യകശിപു തിരിച്ചു വന്നതും അദ്ദേഹത്തിൻ്റെ പ്രൗഢിയെ അംഗീകരിച്ചു വസിക്കേണ്ട ഗതികേടിലായിപ്പോയി. കാരണം വരബലം കൊണ്ട് പൂർവാധികം വീര്യമുള്ളവനായിരിക്കുന്നു. ത്രിമൂർത്തികൾക്ക് ഇതൊന്നും ബാധിച്ചതേയില്ല, ബാക്കി എല്ലാ ദേവഗണങ്ങൾ മുഴുവൻ. ഇനി അവർക്ക് ബ്രഹ്മാവിനെ പോയി കണ്ടു പറഞ്ഞിട്ട് കാര്യമില്ല. നേരെ ഭഗവാൻ വിഷ്ണുവിനെ സമീപിച്ചപ്പോൾ ഭഗവാൻ വിഷ്ണു അവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, നിർവൈരായ പ്രശാന്തായ സ്വസുതായ മഹാത്മനെ പ്രഹ്ലാദായ യഥാ ദ്രുഹ്യേത് ഹനിഷ്യേ അപി വരോർജിതം. എത്ര വരം കൊണ്ട്, വരബലം കൊണ്ട് വീരനായവനായാലും ശരി, അഹം ഹനിഷ്യേ, ഞാൻ അവനെ നിശ്ചയമായിട്ടും കൊല്ലും. എപ്പോൾ? നിർവൈരായ പ്രശാന്തായ സ്വസുതായ, സ്വന്തം പുത്രൻ, അവൻ്റെ മാഹാത്മ്യമുണ്ടോ ഈ അച്ഛൻ അറിയാൻ പോണു. നിർവൈരായ, എല്ലാ വൈരങ്ങളും ഒടുങ്ങിയ, പ്രശാന്തായ, ഒരു വലിയ തടാകം പോലെ പ്രശാന്തനായ, സ്വസുതായ മഹാത്മനെ. ഹിരണ്യകശിപുവിൻ്റെ പുത്രനാണെങ്കിലും ആള് മഹാത്മാവാണ്. ഭഗവാൻ തന്നെയാണ് വിശേഷണം ചേർത്തിരിക്കുന്നത്. മഹാത്മാവ് എന്ന് പറഞ്ഞാൽ അക്ഷുദ്രബുദ്ധി, സങ്കുചിത താതാത്മ്യങ്ങളെയൊക്കെ ജയിച്ചവൻ, സർവഭൂതാത്മഭൂതാത്മാ, സകല ഭൂതജാലങ്ങളിലെയും ആത്മാവിനെ ഒന്ന് എന്ന് കാണുന്നവൻ, സകല ഭൂതജാലങ്ങളിലെയും ആത്മാവായി താതാത്മ്യം പ്രാപിച്ചവൻ, തന്നെ എല്ലാമായി കാണുന്നവൻ. മഹാത്മനെ പ്രഹ്ലാദായ, അങ്ങനെയുള്ള പ്രഹ്ലാദനോട് എപ്പോൾ ദ്രോഹം പുലർത്തുന്നുവോ അപ്പോൾ ഞാൻ അവനെ ഹനിക്കും എന്നാണ് ദേവന്മാരെ ആശ്വസിപ്പിച്ചു വിട്ടത്. ഏതായാലും പ്രഹ്ലാദൻ ജനിച്ചു. ഈ പ്രഹ്ലാദ ബാലകനാകട്ടെ ബ്രാഹ്മണ ഉപാസകനാണ്, സത്സ്വഭാവി, സത്യനിഷ്ഠൻ, സർവപ്രാണികളോടും അകൈതവമായ പ്രേമം, ഇന്ദ്രിയ ജയം വേണ്ടത്ര ആർജിച്ചിരിക്കുന്നു. മഹാത്മാക്കൾക്ക് മുമ്പിൽ ദാസദാസനായിരിക്കും. ദുഃഖിതർക്കും അതുപോലെ തന്നെ മറ്റു വേണ്ടപ്പെട്ടവർക്കും മാതൃപിതൃവാത്സല്യം ചൊരിഞ്ഞു കൊടുക്കുന്നു ഈ ബാലകൻ. ഗുരുക്കന്മാരെ ഈശ്വര തുല്യം
ആരാധിക്കുന്നവൻ വേദശാസ്ത്രാദികളിലുള്ള അഭിജ്ഞാനം കൊണ്ട് പൂർണ്ണൻ, എന്നാൽ അവയിൽ ഒട്ടും തന്നെ അഹന്താഭിമാനമില്ലാത്തവൻ, പ്രശാന്തി കാമൻ, എപ്പോഴും സമബുദ്ധി പുലർത്തുന്നവൻ, ഭഗവാൻ കൃഷ്ണൻ ആ ഒരു ഗ്രഹത്താൽ ആകൃഷ്ടചേതസ്സായിട്ടുള്ളവൻ, എപ്പോഴും ഭഗവാന്റെ ചിന്തയിൽ മനസ്സ് വശീകൃതമായിരിക്കും. ഭഗവാന്റെ ലീലകൾ ചിന്തിച്ചും ചിലപ്പോഴൊക്കെ അഭിനയിച്ചും അത് ചൊല്ലി ചിരിച്ചും കരഞ്ഞും ഒക്കെ അങ്ങനെ കഴിയുന്ന ഒരവസ്ഥ. അങ്ങനെയുള്ള ഒരു ബാലകനാണ് പ്രഹ്ലാദൻ. ഭരണം തിരിച്ചു പിടിച്ച ഹിരണ്യകശിപു അച്ഛൻ എന്നുള്ള നിലയിൽ തൻ്റെ ഉത്തരവാദിത്വമൊക്കെ നിർവഹിക്കണമല്ലോ. പ്രഹ്ലാദനെ പഠനത്തിനായി ഗുരുകുലത്തിലേക്ക് അയക്കുന്നു. പ്രഹ്ലാദൻ ഗുരുകുലത്തിൽ ചെന്നു. അവിടെ ഷണ്ടാമർക്കന്മാരാണ് ഗുരുക്കന്മാർ. ശുക്രാചാര്യരല്ല ക്ലാസ് എടുത്തുകൊണ്ടിരുന്നത് എന്ന് പറയുക. അദ്ദേഹമായിരുന്നു പ്രിൻസിപ്പൽ എങ്കിലും ഇപ്പോൾ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഇവരാണ്. അവിടെ അവരുടെ ശിക്ഷണത്തിൽ പഠിക്കുന്നത് ത്രിവർഗങ്ങളാണ്. എന്താ ത്രിവർഗം എന്ന് പറഞ്ഞാൽ ധർമ്മം, അർത്ഥം, കാമം. ഇവിടെ ധർമ്മം അസുരന്മാരുടെ സിലബസിൽ വ്യത്യാസമുണ്ട്. അർത്ഥം ഏതൊക്കെ പ്രകാരത്തിൽ കൂട്ടാമോ അതിന് അനുസൃതമായ എല്ലാ കൗശലങ്ങളെയും ചേർത്താണ് ധർമ്മം എന്ന് സിലബസ് നിർവചിക്കുന്നത്. അതുപോലെ കാമവിഷയവും നന്നായി ഭോഗം ചെയ്തോളണം, അതിനനുകൂലമായതൊക്കെ. മനസ്സിലായില്ലേ? നമുക്ക് ധർമ്മം എന്ന് പറഞ്ഞാൽ അവനവൻ്റെ ശ്രേയസ്സിനും ലോക നന്മയ്ക്കും ഉതകുന്നതാണ്. അതല്ല അസുരന്മാരുടെ സിലബസിൽ. ഇന്നുണ്ട് ആ ഒരു സിലബസ്. ഏത് പ്രകാരത്തിലായാലും ശരി, അപരൻ്റെ കീശയിലിരിക്കുന്ന കാശ് എൻ്റെ മേശയിൽ വീഴ്ത്തുക, അതിനുള്ള ടെക്നിക്സ്. അത് ആരെയൊക്കെ നോവിക്കുന്നു അതൊന്നും നോട്ടമില്ല. മനസ്സിലായില്ലേ? ഈ നിലയിൽ കാര്യങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യുക, സ്വന്തം സുസ്ഥിതി മാത്രം ഉറപ്പാക്കുക, ദുസ്വാർത്ഥത്തെ വളർത്തുക, ഇതൊക്കെയാണ് ആസുര ധർമ്മചിന്തയിൽപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ. ഇതാണ് പഠിപ്പിക്കുക. പ്രഹ്ലാദനാകട്ടെ ഇതൊന്നും അദ്ദേഹം ആർജിച്ച വിജ്ഞാനത്തിൽ കളങ്കം വീഴ്ത്തും പ്രകാരം സ്വാംശീകരിച്ചതേയില്ല. ഗുരുക്കന്മാരോട് ധിക്കാരം കാണിച്ചിട്ടില്ല, ഒക്കെ കേൾക്കും. പക്ഷേ അത് അറിവിനെ മലീമസമാക്കാതിരിക്കാൻ ശ്രദ്ധിച്ചു. ഇപ്പം ഇവിടെ ഒരു പൂർവപക്ഷവും ഒരു സിദ്ധാന്തപക്ഷവും രൂപപ്പെട്ടു എന്ന് പറയാം. ഇത് വാസ്തവത്തിൽ ഏത് ശാസ്ത്ര ചിന്തയിലും പ്രസക്തമാണ്. ശങ്കരഭഗവത്പാദര് തൻ്റെ ഭാഷ്യങ്ങളിലൊക്കെ വ്യക്തത നൽകുന്നതിനായിക്കൊണ്ട് പൂർവപക്ഷത്തെ അവതരിപ്പിക്കും. ഇതുപോലെ ഇവിടെ പൂർവപക്ഷത്തിരിക്കുന്നത് ഹിരണ്യകശിപുവാണ്. നാമം കൊണ്ട് തന്നെ പൂർവപക്ഷത്തിൻ്റെ പ്രകൃതം നമുക്ക് മനസ്സിലാവും. ഹിരണ്യത്തിൽ കണ്ണ്, ഭൂതഭൗതിക മായാ കാഴ്ചകളിൽ ഭ്രമിച്ചിരിക്കുന്നു, സത്യദർശനം ഉണ്ടാകുന്നില്ല. മറുവശത്താകട്ടെ ദാന്തനും ശാന്തനും ബ്രാഹ്മണ ഉപാസകനും പ്രശാന്തനും ഗുരുക്കന്മാരെ ഈശ്വര തുല്യം ആരാധിക്കുന്നവനുമായ പ്രഹ്ലാദൻ ധാർമ്മികതയുടെയും ആത്മവിചിന്തനത്തിൻ്റെയും പക്ഷം. ഇങ്ങനെ രണ്ട് പക്ഷവും സുസജ്ജമാവുന്നു എന്ന് പറയുക. അതാണ് പല പ്രകാരത്തിൽ വിശദീകരിക്കുന്നത്. ഇവിടെ
പ്രഹ്ലാദന് എങ്ങനെയാണ് തത്വോദ്ബോധനം ഉണ്ടായത്? അസുരവിത്തല്ലേ? അസുരകുമാരന്മാർ ഈ ചോദ്യം ഒരു സന്ദർഭത്തിൽ ചോദിക്കുന്നുണ്ട്. അതിന് ഉത്തരമായിട്ട് പ്രഹ്ലാദൻ പറഞ്ഞത് ഋഷിക്കാരുണികസ്തസ്യ പ്രാദാദുഭയമീശ്വരഃ ധർമ്മസ്യ തത്വം ജ്ഞാനം ച മാമപി ഉദ്ദിശ്യ നിർമ്മലം. സമർത്ഥനും കാരുണികനുമായ നാരദ ഋഷി അമ്മ എന്നെ ഗർഭത്തിൽ ധരിച്ചു നിൽക്കുമ്പോൾ അമ്മയ്ക്ക് കൊടുത്ത ഉപദേശങ്ങളാണ്. രണ്ട് വസ്തുതകളാണ് അമ്മയ്ക്ക് ഉപദേശമായിട്ട് കൊടുത്തത്. എന്തൊക്കെയാണ്? ധർമ്മസ്യ തത്വം ജ്ഞാനം ച, ധാർമ്മിക ജീവന രഹസ്യവും അതുപോലെ തന്നെ ജ്ഞാനവും അമ്മയ്ക്ക് പകർന്നു കൊടുത്തിട്ടുണ്ട്. എന്നെ ഉദ്ദേശം കൊണ്ടായിരിക്കണം മുനീശ്വരൻ അത് ഉപദേശിച്ചത്. തത്വകാലസ്യ ദീർഘത്വാത് സ്ത്രീത്വാത് മാതുഹു തിരോധേ. കാലദൈർഘ്യം കൊണ്ടും സ്ത്രീത്വം ഉള്ളതുകൊണ്ടും അമ്മ അത് മറന്നുപോയി. പക്ഷേ ഋഷീണാനുഗ്രഹീതം മാം നാധുനാപി അജഹാത് സ്മൃതി. പക്ഷേ ഋഷിയുടെ അനുഗ്രഹം ഉള്ളതുകൊണ്ട് ഇന്നും ഞാനത് മറന്നിട്ടില്ല. ഈ വസ്തുതയും എല്ലാവരും ഗൗരവത്തിൽ ശ്രദ്ധിച്ചു തുടങ്ങിയിട്ടുണ്ടാവണം. കാരണം നമ്മൾ എല്ലാ വർഷവും ഈ പ്രഭാഷണങ്ങളൊക്കെ കേൾക്കുകയാണല്ലോ. ശരിക്കിത് ആവർത്തനം തന്നെയാണ്. പക്ഷേ ഓരോരിക്കൽ കേൾക്കുമ്പോഴും ഉറയ്ക്കട്ടെ. എന്താ ഉറയ്ക്കേണ്ടത്? ഗർഭസ്ഥ ശിശുവിന് നൽകുന്ന വിദ്യാഭ്യാസം കാലാകാലങ്ങളിലേക്ക് ഉള്ള മുതൽക്കൂട്ടായിരിക്കും. അതുകൊണ്ട് ഗർഭിണികൾ എന്തു കാണുന്നു, കേൾക്കുന്നു, അനുഭവിക്കുന്നു എന്നുള്ളത് പ്രധാനം. ഉദരത്തിൽ വളരുന്ന കുഞ്ഞിന് അനുകൂലമായ കാര്യങ്ങൾ കേൾക്കാനും ശ്രവിക്കാനും അനുസന്ധാനം ചെയ്യാനുമൊക്കെ അവർക്ക് ശ്രദ്ധയുണ്ടാവണം. ഇത് ഗംഭീരമായിട്ടുള്ളൊരു പാഠാണ്. പ്രഹ്ലാദ ബാലകൻ അങ്ങനെയാണ് രൂപപ്പെട്ടത് എന്നർത്ഥം. ഒന്ന് ആലോചിച്ച് നോക്കൂ. സർവപ്രതാപിയായിട്ടുള്ള ഒരു ചക്രവർത്തിക്കെതിരെ സ്വാത്മബോധത്തോടെ സധൈര്യം സംസാരിക്കാൻ പ്രഹ്ലാദ ബാലകന് കരുത്ത് നൽകിയത് ഗർഭസ്ഥ ശിശുവായിരിക്കെ കിട്ടിയ വിദ്യാഭ്യാസമാണ്. അതിൻ്റെ ഒരു ഗൗരവം നമുക്ക് ഓർമ്മയുണ്ടായിരിക്കട്ടെ. ഈ പ്രഹ്ലാദ ബാലകനെ 2 പ്രാവശ്യം ഹിരണ്യകശിപു കാണാൻ ആഗ്രഹിച്ച് വിളിക്കുകയുണ്ടായി. ഒരു പ്രാവശ്യം വിളിച്ചുകൊണ്ടുവന്നു. എന്തൊക്കെ പഠിച്ചു? ഏറെ പഠിച്ചിട്ടുണ്ടാവും. അതിൽ വിശേഷമായിട്ടുള്ളത് എനിക്ക് പറഞ്ഞു തന്നാൽ മതി എന്ന് പറഞ്ഞ സമയത്ത്, ഹേ പ്രഭോ, ഹരിയെ ആശ്രയിക്കുക. ഇതാണ് ആകെ ചെയ്യാനുള്ളത്. ഗൃഹാന്തകൂപം. ഈ ഗൃഹാന്തകൂപത്തിൽ ഇങ്ങനെ പെട്ട് ജീവിതം തൊലച്ചു കളയരുത്. ഗൃഹാന്തകൂപം എന്നുള്ള പ്രയോഗം ഭാഗവതത്തിൽ അവിടെ കാണും. വീട് എന്നുള്ളത് ഒരു കിണറാണോ, എന്തേ ഇങ്ങനെ ഉപമിച്ചിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ ആലോചിച്ച് നോക്കേണ്ടതാ. ഒരു കിണറ്റിൽ വീണാൽ എന്ന പോലെ നമ്മുടെ എല്ലാ വളർച്ചയും മുരടിച്ചു പോകുന്ന അവസ്ഥ ഗൃഹസ്ഥന്മാർക്ക് ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ടാണ് അന്ധകൂപമായിട്ട് ബന്ധപ്പെടുത്തി ചിത്രീകരിച്ചിരിക്കുന്നത്. എന്താ കാരണം? ഗൃഹസ്ഥാശ്രമികളാവുന്നില്ല. ആചാര്യന്മാർ നമ്മളോട് ആവശ്യപ്പെട്ടത് ഗൃഹസ്ഥന്മാരായിരിക്കാനല്ല, ഗൃഹസ്ഥാശ്രമികളായിരിക്കാനാണ്. എന്ന് പറഞ്ഞാൽ ഗൃഹത്തിൽ വസിക്കുമ്പോഴും ആശ്രമ ജീവിതം നയിക്കണം, ആശ്രമധർമ്മം ആചരിക്കണം. അവിടെ ഒട്ടലില്ലായ്മയുണ്ടാവും. മറിച്ചായാലോ? ഇപ്പം ചില ആളുകളൊക്കെ എത്ര നിസ്സാരമായിട്ടാണ് സപ്താഹങ്ങളെയും സത്രങ്ങളെയും ജ്ഞാനയജ്ഞങ്ങളെയും ഒക്കെ വിലയിരുത്തുക. ഒരു ചെറിയ ദൃഷ്ടാന്തം പറയാൻ തോന്നുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ക്ഷണിക്കുന്ന സമയത്ത് അവർ പറയണു, വീട്ടിലൊരു നായയുണ്ട്, അതുകൊണ്ട്
വരാൻ ബുദ്ധിമുട്ടാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവൂല്ലേ? നമുക്ക് എന്തൊരു അനുകമ്പ തോന്നിപ്പോകുന്നു. ഒരു മനുഷ്യ ജന്മം കിട്ടിയിട്ട് അതിനെ സാഫല്യത്തിലേക്ക് ഉയർത്തുന്നതിനുള്ള മാർഗനിർദ്ദേശത്തിനൊരവസരം കിട്ടിയിട്ട് അതിനെ മെനക്കെടാൻ സാധിക്കാതെ പോകുന്നു. അതിനുള്ള എക്സ്ക്യൂസ് എന്താണ്? നായയുണ്ട്. മനസ്സിലാവണില്ലേ? ഇങ്ങനെയൊക്കെയുള്ള ചില വിഷയം വെച്ചിട്ടാണ് ഗൃഹാന്തകൂപം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ ദൃഷ്ടാന്തത്തിന്റെ വെളിച്ചത്തിൽ ബാക്കിയൊക്കെ അന്വയിച്ചോളൂ. എല്ലാ വളർച്ചയും ഹിരണ്യകശിപു വരം ചോദിച്ച പോലെ തന്നെ ഞാൻ ഒരു തരത്തിൽ രക്ഷപ്പെടാൻ ഇടവരരുത് ഭഗവാനെ. ഗൃഹാന്തകൂപം. ഹരിയെ ആശ്രയിക്കൂ വനത്തിൽ പോയിട്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഹിരണ്യകശിപു നന്നായി ചൂടായി. കാരണം എന്താണ്? തൻ്റെ സഹോദരനെ വധിച്ച ശത്രുസ്ഥാനീയനെയാണ് ഇവിടെ ആരാധ്യനെന്ന് പറഞ്ഞുറപ്പിച്ചിരിക്കുന്നത്. സഹിക്കുവോ? പക്ഷെ തൽക്കാലം ക്ഷമിച്ചു. ബാലചാബല്യം എന്ന് കരുതി. ചാരന്മാരാരെങ്കിലും ഇടപെട്ടിട്ടുണ്ടാവും എന്ന് നിരീക്ഷിച്ചു. കൊണ്ടുപോയിക്കൊള്ളാൻ പറഞ്ഞു. ഒന്നുകൂടി സൂക്ഷിച്ച് ശിക്ഷണം നൽകാൻ ഗുരുക്കന്മാരെ ശട്ടം കെട്ടി. വീണ്ടും ഒരിക്കൽ കൂടി മകനെ കാണാൻ തോന്നി. നന്നായി, കാരണം എന്നെ എന്തായാലും ഇത് സംഭവിക്കണമല്ലോ എന്ന് പറയുക. ദേവന്മാരൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ടാവും പെട്ടെന്നായിക്കോട്ടെ എന്ന്. പറയൂ മകനെ, നീ കുറച്ചു കാലം കൂടി വിദ്യാഭ്യാസമൊക്കെ ഉണ്ടായില്ലോ, എന്തൊക്കെയാ വിശേഷമായിട്ട് പഠിച്ചത്? സംഗ്രഹിച്ച് പറഞ്ഞാൽ മതി, വിസ്തരിച്ചൊന്നും പറയണ്ട. പറഞ്ഞു, എനിക്ക് മറ്റൊന്നും പറയാനില്ലല്ലോ അച്ഛാ, പഴയത് തന്നെ പറയാനുള്ളൂ. ഹരിയെ ആശ്രയിക്കുക. പക്ഷെ അങ്ങയുടെ ആസുര ബുദ്ധിക്ക് ഗ്രഹിക്കും പ്രകാരം ഞാൻ അതിനൊരു സ്റ്റെപ്പ് പറഞ്ഞുതരാം. എന്താ സ്റ്റെപ്പ്? പ്രസിദ്ധമാണ്. ശ്രവണം, കീർത്തനം, സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം. ഹരിയെ ചൊല്ലി, വിഷ്ണുവിനെ ചൊല്ലി. ഇത്രയാണ് പദ്ധതി. ഈ പദ്ധതി നവധാ ഭക്തി എന്ന പ്രകാരത്തിൽ പ്രസിദ്ധമാണ്. നമുക്കൊക്കെ ഉള്ളിലൊരു എന്തേ എനിക്ക് ഭഗവത് ഭക്തി ഉറച്ചു കിട്ടണില്ലാന്ന് വിഷമം. ആ വിഷമം വലിയൊരു അനുഗ്രഹം കേട്ടോ. ചിലർക്ക് അതൊക്കെ ആലോചിക്കുമ്പോൾ ഇങ്ങനെ സഹിക്കാൻ പറ്റില്ല. ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ കഥയൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ? പൊട്ടിക്കരയുന്ന അമ്മേ എന്ന് വിളിച്ച്. ആ ഒരു സങ്കടമൊക്കെ നല്ലതാ, അനുഗ്രഹം. പക്ഷെ അവിടെ ഈ വഴികളിലൂടെ പോകാം എന്ന് നമുക്ക് നമ്മെ ആശ്വസിപ്പിക്കാം. കൂടുതൽ കേൾക്കൂ, കേട്ടതിനെ പറഞ്ഞു നടക്കുക. ഈ പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ മറ്റുള്ളവർക്ക് ഹൃദ്യമായ രീതിയിൽ പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം. വിശിഷ്യ വളർന്നു വരുന്ന തലമുറയ്ക്ക്. ഇതിൽ മുതിർന്നവർ കാണിക്കുന്ന സങ്കോചം വലിയ അപകടം ഉണ്ടാക്കും. കാരണം നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്. ഈ റിലേയിൽ എന്ന പോലെ ബാറ്റൺ കൈമാറാൻ ഉത്തരവാദിത്വമുണ്ട്. അതിപ്പോൾ പല കുടുംബങ്ങളിൽ നടക്കണില്ല. നമ്മളൊക്കെ അനുഗ്രഹീതരാണ്, കാരണം ഇവിടെയൊക്കെ വന്നിരുന്നതൊക്കെ കേൾക്കാനൊക്കെ തോന്നുന്നുണ്ടല്ലോ. പക്ഷെ വാട്ട് അബൌട്ട് ദി യങ്ങർ ജനറേഷൻ, വളർന്നു വരുന്ന തലമുറ? അവരുടെ മുന്നിൽ നമ്മൾ പേടിച്ച് ഇതൊന്നും അവതരിപ്പിക്കുന്നില്ല, കാരണം അവർക്ക് ഇതൊന്നും ഇഷ്ടാവില്ലേ. പിന്നെ ഞാൻ അവരുടെ ആ ഒരു സമീപനം ശരിയല്ല എന്ന് പറയാം. ഇറ്റ് ഇസ് അവർ റെസ്പോൺസിബിലിറ്റി. ഈ ബാറ്റൺ കൈമാറുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. അപ്പം ആ വിഷയത്തിലുള്ള ഒരു പരിമിതി എന്താന്ന് വെച്ചാൽ അവരുടെ ലാംഗ്വേജ്, അവരുടെ ഭാഷ നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് ആ ഭാഷയിലേക്ക് ഇതിൻ്റെ സാരസത്ത ചോർന്ന് പോകാതെ പരിഭാഷപ്പെടുത്തി പറയാൻ നമുക്ക് സാധിക്കണം. സ്വാമി ഇന്നലെ കോഴിക്കോടായിരുന്നു. അവിടെ ഒരു പ്രഭാഷണത്തിൽ പറയുമായിരുന്നു, ഈ ഭഗവാൻ വേദവ്യാസരൊക്കെ
വേദാന്ത സാരം അറിയിക്കാൻ വേണ്ടിയാണ് ഭാഗവതാദി പുരാണങ്ങളും മഹാഭാരതാദി ഇതിഹാസങ്ങളൊക്കെ രചിച്ചതേ. അത് ആഖ്യാന രൂപത്തിലാണ്. ഒരു കാലാകാലങ്ങളിലേക്ക് വേണ്ടി രചന നടത്തിയില്ലേ? ഇതുപോലെ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി ഒരു കഥ ഉണ്ടാക്കാൻ നമുക്ക് ഉത്സാഹിച്ചൂടെ? മനസ്സിലാവുന്നില്ലേ? പറയാനുള്ള കാര്യത്തെ പരോക്ഷമായി പങ്കുവയ്ക്കാൻ പാകത്തിൽ ഒരു കഥ. അവർക്ക് രസിക്കുന്ന ഭാഷയിലായിരിക്കണം. അവർക്ക് രസിക്കുന്ന ഭാഷയിലാണെങ്കിൽ നമ്മുടെ കഥയിൽ കമ്പ്യൂട്ടറും വേണം, പെൻഡ്രൈവും വേണം, ഐപോഡും വേണം. മനസ്സിലായില്ലേ? അതൊക്കെ വെച്ച് മെനയണു എന്നർത്ഥം. ഇതാണ് കീർത്തനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ കീർത്തനം കൊണ്ട് ആരെങ്കിലുമൊക്കെ മാനസാന്തരപ്പെടുത്തുക എന്നുള്ളതിനേക്കാൾ നമ്മുടെ കൺവിക്ഷനാണ് പ്രധാനം. നമ്മൾ കൺവിൻസ്ഡ് ആവും. അങ്ങനെയാണ് ഭക്തി ഉറക്കുക. പക്ഷേ ഇതിന് ഉത്സാഹിക്കുകയും വേണം. കാരണം ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, ഹേ അർജുന, നമ്മൾ തമ്മിലുള്ള ഈ സംവാദത്തെ ആരൊക്കെ വിസ്തരിക്കുന്നു അവരൊക്കെ എനിക്ക് പ്രിയങ്കരാണ്. അപ്പം അതുകൊണ്ട് അത് വളരെ സഫലമായി തന്നെ ചെയ്യണം. ഉദ്ദേശം നമുക്ക് ഉറപ്പ് കിട്ടുക എന്നുള്ളതാണ്. പിന്നെ പ്രതിപക്ഷത്തേത് പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കുമ്പോഴാണല്ലോ പ്രതിപക്ഷ ചിന്തകളും കൂടി നിരാകരിച്ച് നമുക്ക് കൂടുതൽ ഉറപ്പ് കിട്ടുക. വീണ്ടും വീണ്ടും കേൾക്കുക, പരിഭാഷപ്പെടുത്തി പറയുക. സ്വാഭാവികമായിട്ടും അത് നമ്മുടെ ഓർമ്മയിൽ ശക്തമായി ചേക്കേറും. സൗകര്യം കിട്ടുമ്പോഴൊക്കെ സ്മരണം, തത്വസ്മരണവുമാവാം കഥാസ്മരണവുമാവാം. കഥാസാരം തത്വമാകുന്നതാണ്. ഇതാണ് അതിൻ്റെയൊക്കെ ഒരു സംബന്ധം. ഈ പ്രപഞ്ചം അവിടുത്തെ തൃപ്പാദമാണ് എന്ന ബോധ്യത്തിലുള്ള പാദസേവനം. കർമ്മങ്ങളൊക്കെ അവിടുത്തെ അർച്ചന, അവിടത്തേക്കുള്ള അർച്ചന. പിന്നെയോ ഇതൊന്നും എൻ്റേതല്ല, ജഗത് പ്രഭുവിൻ്റെ എന്ന സമർപ്പണം, വന്ദനം. ഭൃത്യഭാവേന വർത്തിക്കുക. തുടർന്ന് ഈശ്വരൻ ഹൃന്നിവാസിയാണ്, സന്തോഷ സന്താപങ്ങളിലും ലാഭനഷ്ട ജയ പരാജയ ശീതോഷ്ണാദികളിലുമൊക്കെ ഒപ്പമുള്ളവനാണ് എന്ന ബോധ്യം. സഖ, സർവോപരി ആത്മനിവേദനം. ഇതൊക്കെ ആർക്ക് ഉൾക്കൊള്ളാൻ പറ്റും? ഹിരണ്യകശിപുവിന് ഉൾക്കൊള്ളാൻ പറ്റില്ല. എടുത്തെറിഞ്ഞു മകനേന. ഇപ്പൊ തന്നെ അവസാനിപ്പിക്കുന്നുണ്ട് എന്നായി. അപ്പോഴാണ് ഗുരുക്കന്മാർ ഒരു ചാൻസ് കൂടി ചോദിച്ചു. അവിടെ ഗുരുക്കന്മാരുടെ ഒരു ധൈര്യം എന്തായിരുന്നു? പിയർ ഗ്രൂപ്പ് ഇൻഫ്ലുവൻസ്. സമപ്രായക്കാര് പറഞ്ഞാൽ നേരെയാവും. അതിനൊരു സൗകര്യം. ഇന്ന് നമ്മൾ ഏറ്റവും അധികം ഭയപ്പെടുന്നത് പിയർ ഗ്രൂപ്പ് ഇൻഫ്ലുവൻസ് ആണ്. പ്രഹ്ലാദ ചരിതം പഠിക്കുന്ന നാം പിയർ ഗ്രൂപ്പ് ഇൻഫ്ലുവൻസിനെ ഭയപ്പെടുന്ന ഒരവസ്ഥയിലെത്തിയത് നമ്മുടെ നോട്ടക്കുറവ് കൊണ്ട. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു പ്രഹ്ലാദൻ ഒറ്റയ്ക്ക്, ചുറ്റും അസുര ബാലകന്മാർ. ആരാണ് ഇൻഫ്ലുവൻസ്ഡ് ആവേണ്ടത്? ശരിക്കും പ്രഹ്ലാദനാണ് ഇൻഫ്ലുവൻസ്ഡ് ആവേണ്ടത്. പക്ഷെ ആരാണ് ഇൻഫ്ലുവൻസ് ചെയ്തത്? പ്രഹ്ലാദൻ ഇൻഫ്ലുവൻസ് ചെയ്തു. ആരെ? മുഴുവൻ അസുര ബാലകന്മാരെയും. മനസ്സിലായില്ലേ? അപ്പം നമ്മുടെ ഒരു കൺവിക്ഷൻ കുറവാണ്. നമ്മുടെ കുട്ടികളിലേക്ക് പങ്കുവെക്കുന്നിടത്ത് പിഴച്ചു പോയതാണ് ഇന്നത്തെ ധൈര്യക്കുറവിൻ്റെ കാരണം. അതുകൊണ്ട് ഈ കഥ വീണ്ടും കേട്ട് ഉറപ്പിച്ച് പ്രയോജനപ്പെടുത്താൻ സാധിക്കട്ടെ. പ്രഹ്ലാദ ബാലകൻ കുട്ടികളോട് പറഞ്ഞു, കുട്ടികളെ, ഭഗവത് കഥകൾ നിരന്തരം കേൾക്കണം. ഭക്തവത്സലനായ ഭഗവാന്റെ വാത്സല്യത്തിന്റെ, കാരുണ്യത്തിന്റെ കഥകൾ കേൾക്കുകയും കീർത്തിക്കുകയും ചെയ്യുക, ക്ഷേത്രാരാധനയൊക്കെ ചെയ്യുക. ഏവരിലും ഹരി നിറഞ്ഞിരിക്കുന്നു എന്ന ഭാവനയോടുകൂടി വർത്തിക്കുക. അന്നലയിൽ ചെയ്യുന്ന പരജന സേവനം
ഭഗവത് അർച്ചനമാകും, ആരാധനമാകും. ഏവം നിർജിത ഷഡ്വർഗൈ ക്രിയതേ ഭക്തിരീശ്വരേ വാസുദേവേ ഭഗവതി യയാ സംലഭത്തെ രതിം. ഇപ്രകാരം വാസുദേവ പൂജനം ചെയ്തു കഴിഞ്ഞാൽ വാസുദേവ ഭക്തി സുലഭമാവും. പക്ഷേ നേരത്തെ തുടങ്ങണം കുട്ടികളെ. കൗമാരാത് ആചരേത്, കൗമാരത്തിൽ തന്നെ കൗമാരെ ആചരേത്, ആചരിച്ചു തുടങ്ങണം. ഇതാണ് വിഷയം. എന്താ കാരണം? അതിദുർലഭമായി കിട്ടിയ മനുഷ്യ ജന്മമാണ്. ഇന്ദ്രിയ ഭോഗമാണ് ഇതിന്റെ ലക്ഷ്യം എന്ന് നാം നിശ്ചയിച്ചാൽ അതിന് മൃഗശരീരം പോരെയിരുന്നോ? അതുകൊണ്ട് നമുക്ക് ലഭിച്ച ജന്മത്തിന്റെ മാത്രം സൗഭാഗ്യത്തെ സാക്ഷാത്കരിക്കാനുള്ള ഒരു ശ്രദ്ധ അത് ഉണ്ടായിരിക്കണം. ഇത് പകുതി സമയം ഉറങ്ങി തീർന്നു പോകുന്നു. പിന്നെയുള്ള സമയങ്ങളിലാണെങ്കിലും തത്വചിന്തനത്തിന് അനുകൂലമായി കിട്ടുന്ന സമയം വളരെ കുറവാ. ഇപ്പൊ ദിവസവും ഗൗരവപൂർവം അതിന് സമയം നീക്കി വെക്കണം. ജാഗ്രത് സ്വപ്ന സുഷുപ്തി അവസ്ഥകൾക്ക് മുഴുവൻ സാക്ഷിയായി വർത്തിക്കുന്ന അന്തര്യാമിയെ വാസുദേവനായി ധ്യാനിച്ചോളണം. ഇത് പ്രയാസകരമെന്ന് നിങ്ങൾ ധരിക്കരുതേ. സുലഭം. പതുക്കെ ചെറിയ നിലയിൽ തുടങ്ങിയാൽ മതിയിലോ എന്നിങ്ങനെയാണ് ആശ്വസിപ്പിക്കുന്നത്. സുഖായ ദുഃഖമോക്ഷായ സങ്കൽപ്പ ഇഹ കർമ്മിണഃ സദാപ്നോതിഹയാ ദുഃഖം അനീഹയാ സുഖാവൃതഃ. എല്ലാവരും ലക്ഷ്യമാക്കിയിരിക്കുന്നത് ദുഃഖമോക്ഷവും സുഖപ്രാപ്തിയുമാണ്. പക്ഷേ അവന് കർമ്മങ്ങളെ കൊണ്ട് സുഖം ഇത്തിരി ലഭിക്കുന്നു, ദുഃഖം ഏറെ ഉണ്ടാവുന്നു. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഉറങ്ങണ സമയത്ത് ഒട്ടും ദുഃഖമില്ല. അപ്പൊ ശരിയായ സുഖത്തിന്റെ സ്രോതസ് എവിടെയാ കുട്ടികളെ? അത് സാക്ഷാത്കരിക്കാൻ നമുക്ക് ലഭിച്ച മേധാശക്തിയെ നേർവഴിക്ക് ഉപയോഗിക്കേണ്ടേ? ഇപ്രകാരമൊക്കെയാണ് ഈ കുട്ടികളെ ഉദ്ബുദ്ധരാക്കിയത്. ബുദ്ധേർജാഗരണം സ്വപ്ന സുഷുപ്തിരിതി വൃത്തയ തായേനൈവാനുഭൂയന്തേ സോ അധ്യക്ഷഃ പരഃ പുരുഷഃ. ജാഗ്രത് സ്വപ്ന സുഷുപ്തിയാദി അവസ്ഥകളെ മുഴുവൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നവനാണ് നമ്മുടെ ലോകത്തിന്റെ അധ്യക്ഷൻ. ആ അധ്യക്ഷൻ തന്നെയാണ് പരമപുരുഷൻ. ഇത് ഔപനിഷദികമായ സത്യമാണ്. സ്വപ്നാന്തം ജാഗരിതാന്തം ചോഭൗ യേനാനുപശ്യതി. സ്വപ്ന ജാഗര സുഷുപ്തികളെയൊക്കെ ആരാണോ അറിയുന്നത്? മഹാന്തം വിഭുമാത്മാനം മത്വാ ധീരോ ന ശോചതി. ഈ ആത്മതത്വത്തെ അറിയുന്നതോടെ ധീരൻ ശോകം വെടിയുന്നവനാവുന്നു. അതുകൊണ്ട് ഇത് നിങ്ങൾക്ക് ലക്ഷ്യമാകട്ടെ. ഈ അധ്യക്ഷനെ അറിയുന്നതിനാണ് അനവധി ഉപായങ്ങൾ ആചാര്യന്മാർ പല പ്രകാരത്തിൽ ഉപദേശിച്ചിട്ടുള്ളത്. അതൊക്കെ ചെയ്യലാകണം വിദ്യാഭ്യാസം. അല്ലാതെ ഇവരീ പഠിപ്പിക്കുന്നതൊക്കെ നിങ്ങളെ കൂടുതൽ കൂടുതൽ ബന്ധനസ്ഥരാക്കുകയുള്ളൂ. അതല്ലേ ഏത് ഗൃഹസ്ഥന്റെയും സങ്കടം? ഭൗതികമായ നേട്ടങ്ങളും അധികാരങ്ങളും ജനപിന്തുണയും ഒക്കെ നേടിയിട്ടുള്ളവരുടെയും സങ്കടം ശാന്തിയില്ല, സ്വാതന്ത്ര്യമില്ല, സന്തോഷമില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് അതിന് നിങ്ങൾ ഇപ്പോഴേ ശ്രദ്ധിച്ചു തുടങ്ങും. ഗുരു ശുശ്രൂഷയാ ഭക്ത്യാ സർവലബ്ധാർപ്പണേന ച സംഗേന സാധുഭക്തേന ഈശ്വരാരാധനേന ച. ഗുരു ശുശ്രൂഷയ്ക്ക് സമയം ഗൗരവപൂർവ്വം നീക്കിവെക്കണം. പരമേശ്വരനിൽ പരമപ്രേമം ഉറപ്പാക്കണം. ലഭിക്കുന്നത് എന്തും അവിടുത്തെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കാൻ ശ്രദ്ധയുണ്ടാവട്ടെ. പിന്നെ സാധു സംഗമം, ഇതാണ് നമ്മെ ഉദ്ധരിക്കാനുള്ള വഴി. പ്രപഞ്ചം മുഴുവൻ ഈശ്വര ബുദ്ധിയ ആരാധിക്കുക. തതോ ഹരോ ഭഗവതി ഭക്തിം കുരുത ദാനവാഹ ആത്മൗപമ്യേന സർവത്ര സർവഭൂതാത്മനീശ്വരേ. ഹരോ ഭഗവതി ഭക്തിം കുരുത
ഇങ്ങനെ ഹരിയിൽ, ഭഗവാനിൽ ഭക്തിയെ വളർത്തിയാലും ചെയ്താലും അതിൻ്റെ ഒരു പ്രായോഗികത എന്താണ്? ആത്മൗപമ്യേന സർവത്ര, സർവർക്കും ഹിതം ചെയ്തുകൊണ്ടിരിക്കുക. കാരണം എന്താണ്? തന്നിൽ ആത്മാവായിരിക്കുന്നത് തന്നെയാണ് എല്ലാവരിലും ആത്മാവായിരിക്കുന്നത്. ഈ ബോധ്യത്തോടു കൂടി അനുസരിക്കൂ. ഇതൊക്കെയാണ് ഉപദേശിച്ചത്. ഇത്രയൊക്കെ കേട്ടപ്പോഴേക്കും കുമാരന്മാരൊക്കെ ആകെ മാറി. അവർ ചോദിച്ചു, എങ്ങനെയാ നിനക്ക് ഇതൊക്കെ മനസ്സിലായതെന്ന്. അവർ പറഞ്ഞു, ഇങ്ങനെ ഗർഭസ്ഥ ശിശുവായിരിക്കുമ്പോൾ ശ്രീ നാരദർ അമ്മയ്ക്ക് കൊടുത്ത ഉപദേശമൊക്കെയാണ് ഞാൻ പരോക്ഷമായി കേട്ട് ഉറപ്പിച്ചത്. പക്ഷെ അതെനിക്കൊരു മഹാഭാഗ്യമായി. നിങ്ങൾ കണ്ടില്ലേ ഉണ്ണികളെ, എങ്ങനെയൊക്കെയാണ് എന്നെ കൊല്ലാൻ നോക്കിയത്. അതിനിടയ്ക്ക് അങ്ങനെ ഒരു എപ്പിസോഡ് ഉണ്ടല്ലോ അല്ലേ. ഇപ്പൊ തന്നെ ഇവനെ കൊന്നു എന്ന വാർത്ത മാത്രം എന്നെ അറിയിച്ചാൽ മതി എന്ന് ഹിരണ്യകശിപു കൊടുത്തയക്കുന്ന ഒരു എപ്പിസോഡുണ്ട്. കുന്തം കൊണ്ടും വാളുകൊണ്ടും ശൂലം കൊണ്ടും ഉപദ്രവിച്ചു കൊല്ലാൻ നോക്കി. ആനയെ കൊണ്ട് ചവിട്ടിച്ചു കൊല്ലാനും, പാമ്പിനെ കൊണ്ട് കട്ടിപ്പിച്ചു കൊല്ലാനും, അഗ്നിയിൽ എറിഞ്ഞു കൊല്ലാനും, സമുദ്രത്തിൽ കല്ലുകെട്ടി താഴ്ത്തി കൊല്ലാനും, മലമുകളിൽ നിന്ന് ഉരുട്ടിയിട്ട് കൊല്ലാനും ഒക്കെ നോക്കി. കുട്ടികളെ, നിങ്ങൾ ശ്രദ്ധിച്ചുവോ? എല്ലാവരും എനിക്കെതിരായിട്ടും ഹരി എന്നെ അനുഗ്രഹിച്ച് തന്നെ വർത്തിച്ചത്. എനിക്കൊരു രോമത്തിന് പോലും ദ്രോഹം ഉണ്ടായില്ല. എന്തേ നിങ്ങളിത് ശ്രദ്ധിക്കാത്തത്? കുമാരന്മാർക്ക് ഉറപ്പായി. ഇത് കണ്ടതും വെളുക്കാൻ തേച്ചത് പാണ്ടായിലോന്നായി ഗുരുക്കന്മാരുടെ ഭയം. നേരെയാക്കാൻ വിട്ടതാ. ബാക്കിയുള്ള ഉണ്ണികളും കൂടി വഷളായി. മാനസാന്തരം ഉണ്ടാക്കാൻ വിട്ടതാ. അപ്പൊ നല്ല മാനസാന്തരായി. ഓടിച്ചെന്ന് ഹിരണ്യകശിപുവിനോട് പറയുന്നു. ഈ ഒരു പരിസരം നന്നായി നമുക്ക് ഈ കാലത്തേക്ക് അന്വയിച്ച് പ്രയോജനപ്പെടുത്താൻ സാധിക്കട്ടെ. ടി വിയും കമ്പ്യൂട്ടറും മൊബൈൽ ഫോണും ഐപോഡും അതുപോലെ പെൻഡ്രൈവും CD-കളും ഒക്കെ എത്ര മാലിന്യത്തെയാണ് വളർന്നു വരുന്ന മനസ്സിൽ കലർത്തുന്നത്. നമ്മളൊക്കെ ഭയക്കുന്ന കാര്യമാണ്. ഇൻ്റർനെറ്റ് വിരിച്ചിരിക്കുന്ന വല അത് ഭീകരം തന്നെ. ഇതിനൊക്കെ അഡ്വാൻറ്റേജ് ഒരു വശത്തുണ്ടെങ്കിലും ശരി, ഡിസഡ്വാൻറ്റേജാണ് കൂടുതൽ. കുട്ടികൾക്ക് വാഹനങ്ങളിലുള്ള ക്രേസ് അത് അച്ഛനമ്മമാരുടെ വലിയ ഭയം തന്നെയാണ്. ലഹരി പദാർത്ഥ ഉപഭോഗം ഏറെ കൂടിയിരിക്കുന്നു. ഇനിയിപ്പോൾ പുതുവർഷ ആഘോഷം എന്നും പറഞ്ഞ് വരാനിരിക്കുന്നു. മനസ്സിലായില്ലേ? ഭയാനകമായിട്ടുള്ള രീതിയിലാണ് കാര്യങ്ങൾ പുരോഗമിക്കുന്നത്. ഇതിനെക്കുറിച്ചൊക്കെ പരാതി പറഞ്ഞിരുന്നിട്ട് എന്താ കാര്യം? അച്ഛനും അമ്മയൊക്കെ തോറ്റു എന്ന് വിളിച്ചു പറഞ്ഞിട്ട് എന്താ കാര്യം? അധ്യാപകന്മാരൊക്കെ തോറ്റു ഞങ്ങൾ എന്ന് വിലപിക്കുന്നു. അതുകൊണ്ട് മാറ്റം ഉണ്ടാവില്ലല്ലോ. സർഗാത്മകമായ ഒരു ഇടപെടൽ, അതിന് നമുക്ക് തന്നെ ഒരു ബോധ്യം ഉണ്ടായിരിക്കണം. ഈ ഭാഗം പഠിച്ചാൽ നമുക്കതിനുള്ള തൻ്റെ ഇടം കിട്ടും. ഇത് വീണ്ടും വീണ്ടും വായിക്കും. എങ്ങനെയാണ് പ്രഹ്ലാദൻ എന്ന ഏക ബാലകൻ മറ്റ് വൃന്ദത്തെ മുഴുവൻ ഇൻഫ്ലുവൻസ് ചെയ്തത്. പരാതി പറഞ്ഞ് ദീർഘനിശ്വാസം വിട്ട് സമയം കളയാനില്ല എന്ന് പറയുക. നമുക്ക് പ്രബുദ്ധത നേടാം. എന്നിട്ട് അതിൻ്റെ ഒരു തപസ്സിലും നിഷ്ഠയിലും ശാന്തിയിലും നിന്നുകൊണ്ട് നാം നടത്തുന്ന ഇൻ്റർവെൻഷൻസ്, ഇടപെടലുകൾ ഒരിക്കലും വിഫലമായി പോവില്ല. ഈ ആശയം ഗൗരവപൂർവ്വം ശ്രദ്ധിക്കൂ. കാരണം ഇത് വളരെ കാലികമായിട്ട് ആവശ്യമുള്ളതാണ്. ആ പ്രഹ്ലാദൻ്റെ ഒരു ധൈര്യത്തെ നമുക്കിങ്ങനെ ആവാഹിക്കാം. പ്രഹ്ലാദൻ്റെ അലോസരമില്ലായ്മയെ നമുക്ക് ആവാഹിക്കാം. ആ പ്രശാന്തിയെ നമുക്ക് ആവാഹിക്കാം. എന്നിട്ട് ഈ അധാർമിക പ്രവണതകൾക്കെതിരെ നമുക്ക് നമ്മുടേതായ സവിശേഷ യുദ്ധം ആരംഭിക്കാം. മനസ്സിലാവുന്നില്ലേ? അത് കുടുംബത്തിലാദ്യം ഉറപ്പാക്കൂ. ക്രമേണ ആ ഒരു പരിവൃത്തം വികസിതമായിക്കോട്ടെ. വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ്.
യങ്സ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അടിസ്ഥാനപരമായിട്ടൊരു അപകർഷ ചിന്തയുണ്ട്, ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്. ഇതെന്തുകൊണ്ട് വന്നു? പ്രഹ്ലാദൻ പറഞ്ഞു കൊടുത്ത ആത്മബോധം അതില്ലാത്തതുകൊണ്ട്. ഓരോരുത്തരും നിധിയാണ് വഹിച്ചുകൊണ്ട് നടക്കുന്നത്, അതിനെക്കുറിച്ച് ബോധ്യമില്ല. അതിലേക്കൊരു ശ്രദ്ധ ഉണ്ടാക്കി കൊടുക്കാൻ കഴിഞ്ഞാൽ കുട്ടികളൊക്കെ രക്ഷപ്പെട്ടു. മനസ്സിലാവുന്നില്ലേ? ആ ഒരു ബോധ്യമില്ലാത്തതുകൊണ്ട് അപകർഷബോധത്തിൽ നിന്നും ആളാവാൻ, ശ്രദ്ധ പിടിച്ചു പറ്റാനുള്ള ആവേശമായി അതിനുള്ള ഷോർട്ട് കട്ട്സ്, അതാണ് ഇന്നത്തെ കുട്ടികൾ തേടിപ്പോകുന്നത്. ഇതൊക്കെ സ്വാമി അവരിൽ നിന്ന് തന്നെ കളക്ട് ചെയ്തതാണ്. അവരുമായിട്ട് സംവദിക്കുന്ന സമയത്ത് മനസ്സിലായി കിട്ടിയത്. ഈ അടുത്തൊരു ക്യാമ്പിൽ സ്വാമി അവരെക്കുറിച്ച് മറ്റുള്ളവർ പറയുന്ന പ്രശ്നങ്ങളൊക്കെ അവരെ കൊണ്ട് തന്നെ പറയിപ്പിച്ചു, അതിൻ്റെ പരിഹാരം അവരെ കൊണ്ട് തന്നെ പറയിപ്പിച്ചു. നല്ലൊരു എക്സസൈസായിരുന്നു. അവർക്ക് പരിഹാരമൊക്കെ അറിയാം, ഒന്ന് നമ്മൾ ചർച്ച ചെയ്താൽ മതിയാവുമെന്ന് പറയും. പക്ഷെ അതിനൊരു കരുത്ത് കിട്ടണമെങ്കിൽ നമ്മൾ ഈ പ്രഹ്ലാദ ചരിതം ഒന്ന് പഠിച്ചുറപ്പിക്കണം. എന്താ പ്രഹ്ലാദ ചരിതത്തിൻ്റെ വിശേഷം? ന്യൂനപക്ഷം ഭൂരിപക്ഷത്തെ സ്വാധീനിക്കുന്നു. എന്നും അങ്ങനെ തന്നെയാണ് സംഭവിക്കുക. പക്ഷെ അത് ക്രിയേറ്റീവ് മൈനോറിറ്റി ആവണം, സർഗാത്മക ദൂരക്കാഴ്ചയുള്ള വിഷനുള്ള ന്യൂനപക്ഷം. അതായി മാറാൻ നമുക്കൊക്കെ സാധിക്കട്ടെ. ഇത്രയൊക്കെയാണ് പ്രകരണത്തിൻ്റെ മുഖ്യ പാഠങ്ങൾ. പിന്നെയുള്ളത് ആ ഒരു കാഴ്ചയാണ്. ആ കാഴ്ച നാടകീയമായി നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളതാണ്. എന്താ കാഴ്ച? ഒരു വശത്ത് ക്രുദ്ധനായി നിൽക്കുന്ന ഹിരണ്യകശിപു ചോദിക്കുന്നു. എന്താ ചോദിക്കുന്നത്? നിന്റെ ഇളയച്ഛനെ കൊന്ന, നമ്മുടെയൊക്കെ ശത്രുവായിരിക്കുന്ന ഹരിയിൽ നിനക്കെന്തേ ആരാധന വരുന്നു? നിന്റെ ബുദ്ധി എന്തേ ഇങ്ങനെ കെട്ടുപോയി? ആ രംഗം അത് നമ്മൾ നമ്മുടെ മനസ്സിൽ ആവർത്തിക്കണം. കേട്ടില്ലേ? കാരണം നമ്മുടെ ജീവിതത്തിൽ നടക്കേണ്ട ഒരു യുദ്ധമാണത്. ഭൗതികതയുടെ അതിപ്രസരം ഒരു വശത്തും 11 അക്ഷൗഹിണി, കേവലം 7 അക്ഷൗഹിണിയുള്ള ധാർമ്മികതയുടെ പക്ഷം മറുവശത്തും. ഇതാണ് ഹിരണ്യകശിപുവും പ്രഹ്ലാദനും. ആ പ്രഹ്ലാദൻ്റെ വരവൊക്കെ എന്തൊരു രോമാഞ്ചജനകമാണ്. ഉണ്ണി വന്ന് സകല വിനയത്തോടും കൂടി പിതാവിൻ്റെ പാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമം അർപ്പിച്ചു പ്രശാന്ത ചിത്തനായി തൊഴുതു നിൽക്കുകയാണ്. ആ ഉണ്ണിയോടാണ് മറുവശത്തിരുന്ന് ക്രോധിക്കുന്നത്. ഒട്ടും ചേർച്ചയില്ല. ആ കോൺട്രാസ്റ്റ് അത് നമ്മുടെ അന്ധക്കരണത്തിൽ ആവർത്തിക്കട്ടെ. അപ്പോഴാണ് സാക്ഷാൽ നരസിംഹമൂർത്തി പ്രത്യക്ഷപ്പെട്ട് നമ്മിലെ സകല അധമ വാസനകളെയും ഹനിക്കുക. അതിനൊരു അവസരം ഒരുക്കണ്ടേ, അതിനുള്ളൊരു മഥനം നടക്കണ്ടേ, അതിനിത് രണ്ടും ഒന്നിപ്പിച്ചു കൊണ്ടുവരണം. കാരണം ഭഗവാൻ അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. സ്വസുതായ മഹാത്മനെ, സ്വസുതനായിട്ടുള്ള മഹാത്മാവായ പ്രഹ്ലാദനെ ദ്രോഹിക്കണം. അന്നലയിലുള്ള ഒരു മഥനം നമ്മുടെ ഉള്ളിൽ നടക്കട്ടെ. ഇത് നമ്മൾ ഒന്നിനോടും പ്രതികരിക്കാതെ എങ്ങനെ പോവുകയാണ്? വന്ന പാട് ചന്തം, അപ്പൊ ഒന്നും സംഭവിക്കില്ല. ഇത് നമ്മുടെ ഉള്ളിൽ ഈ ഒരു ഹിരണ്യകശിപുവും പ്രഹ്ലാദനും ഒന്നിച്ചു വരുന്ന ആ ഒരു രംഗം നമ്മുടെ ഉള്ളിൽ അരങ്ങിൽ ആവർത്തിക്കപ്പെട്ടാൽ അവിടെ തീർച്ചയായിട്ടും നരസിംഹമൂർത്തി അവതാരമെടുക്കും. ഹേ ദുർവിനീതമന്ദാത്മൻ കുലഭേദ കരാധമാ സ്തബ്ധം അച്ഛാസനോദ്ധൂതം നേഷ്യേ ത്വാദ്യയമക്ഷയം. ഞാൻ ഇന്ന് നിന്നെ യമപുരിയിലേക്ക് അയക്കാൻ പോകുന്നു. കാരണം എന്താണ്? നീ വിനയമില്ലാത്തവനാണ്, മന്ദബുദ്ധിയാണ്, കുലത്തെ ദുഷിപ്പിക്കാൻ പിറന്നവനാണ്, എന്റെ കൽപ്പനയെ ധിക്കരിച്ചില്ലേ, നീ ശിക്ഷ അനുഭവിക്കുന്നു. ക്രുദ്ധസ്യ യസ്യ കമ്പന്തേ ത്രയോ ലോകാ സഹേശ്വരാഃ തസ്യ മേ അഭീതവൻ മൂഢഃ ശാസനം കിം ബലോത്യഗാഃ. ഞാൻ ക്രോധിഷ്ഠനായി കഴിഞ്ഞാൽ 3 ലോകവും കിട്ടുകിട്ടാ വിറയ്ക്കും. അങ്ങനെയുള്ള എന്റെ ശാസനത്തെ ധിക്കരിക്കാൻ നിനക്കെവിടുന്നേ ബലം? പ്രശാന്ത ചിത്തനായ പ്രഹ്ലാദ ബാലകൻ പറഞ്ഞു, അച്ഛാ, സോറി ടു സേ, ന കേവലം മേ ഭവതശ്ചരാജൻ. എന്റെ ബലത്തെക്കുറിച്ചാണ് അങ്ങ് ചോദിച്ചത്.
എൻ്റെ ബലത്തെക്കുറിച്ച് മാത്രമല്ല ഞാൻ പറയാൻ പോണത്. പിന്നെയോ ഭവതശ്ചരാജൻ, അങ്ങനെ ക്രോധിഷ്ഠനായിട്ട് ചവിട്ടേറ്റ സർപ്പത്തെ പോലെ ദീർഘശ്വാസമൊക്കെ വലിച്ചു വിട്ടുകൊണ്ട് അങ്ങിങ്ങനെ ബലം കാണിക്കണില്ലേ? 3 ലോകവും അടിച്ചമർത്തി വെച്ചു എന്ന് അങ്ങ് ചിന്തിക്കുന്നില്ലേ? ആ ബലമൊക്കെ, അതിൻ്റെയൊക്കെ ഹിസ്റ്ററി ഞാൻ പറഞ്ഞുതരാം. ദാറ്റ് ഈസ് ഹിസ്റ്ററി ഓൺലി. ന കേവലം മേ ഭവതശ്ചരാജൻ സവൈ ബലം ബലിനാം ചാപരേഷാം പരേ വരേമീ സ്ഥിരജംഗമായേ ബ്രഹ്മാദയോ യേന വശം പ്രണീതാഃ. സകല സ്ഥാവര ജംഗമങ്ങളിലടക്കം സകല ഭൂതജാലങ്ങളിലും പല പ്രകാരത്തിലിരിക്കുന്ന ബലങ്ങളൊക്കെ ഹരിയുടെ ബലമാണ്. മാത്രമല്ല, ആ സർവേശ്വരനെ സർവാത്മന സമാശ്രയിക്കലാകുന്നു ശരിയായ വിജയം. അങ്ങയിലെ ശത്രുക്കളെ ഇനിയും ജയിച്ചിട്ടില്ല, പിന്നെ എങ്ങനെ അങ്ങ് ചക്രവർത്തി എന്ന് അവകാശപ്പെടും? കാമക്രോധ ലോഭാദികളെ അങ്ങ് ജയിച്ചിട്ടില്ല. അതുകൊണ്ട് അങ്ങ് അവയെ ജയിച്ച് ചക്രവർത്തി പഥത്തിൽ ശരിക്കും ചരിക്കാൻ ഉത്സാഹിക്കൂ. തീരെ സഹിച്ചില്ല, സഹിക്കാതിരിക്കുകയാണ് വേണ്ടത്. ആ ഒരു അസ്വസ്ഥയാണ് നമ്മളിലും സംഭവിക്കേണ്ടത്. സഹിച്ചില്ല, ഹിരണ്യകശിപു പറഞ്ഞു, നീ തിരിച്ചും മറച്ചും പറയുന്നു, വിപ്ലവാകിര, തിരിച്ചും മറച്ചും പറയുന്നു. എന്താ കാരണം? ആളിക്കത്തുന്ന അവസാനത്തെ ജ്വാലയാണ്. അതിങ്ങനെ ആളിക്കത്തുമല്ലോ കെടാറാവുമ്പോഴേക്ക്. അതാണ് ഞാൻ നിന്നിൽ കാണുന്നത്. നീ മുമുർഷുവാണ്, മരിക്കാൻ ആഗ്രഹിക്കുന്നവനാണ്. ഇപ്പൊ തന്നെ നിന്നെ കൊന്നുകളയാം. പക്ഷെ അതിനിടയ്ക്ക് എനിക്കൊരു ഒരു ക്ലാരിഫിക്കേഷൻ വേണം. നീ പറയുന്നുണ്ടല്ലോ നിനക്കൊരു ഹരിയുണ്ട് എന്ന്. ആ ഹരി എവിടെ ഇരിക്കണു, എങ്ങനെ ഇരിക്കണു? ആ ഹരി ഉണ്ടെങ്കിൽ ഞാനിപ്പോ ചെയ്യാൻ പോകുന്നത് എന്താണെന്നറിയാമോ? ശിരകായാത് ഹരാമിത്തെ, നിന്റെ ശരീരത്തിൽ നിന്ന് ശിരസിനെ ഛേദിക്കാൻ പോവുകയാണ്. അങ്ങനെ ഒരു ഹരി ഉണ്ടെങ്കിൽ ആ ഹരി നിന്നെ രക്ഷിക്കുന്നത് ഞാനൊന്ന് കാണട്ടെ എന്നും പറഞ്ഞാണ് ഈ ഹിരണ്യകശിപു ഊരിപ്പിടിച്ച വാളുമായി ചാടിയിറങ്ങി ചെല്ലുന്നത്. പ്രഹ്ലാദ ബാലകനോട് ചോദിച്ചു, എവിടെ നിന്റെ ഹരി, നിന്നെ രക്ഷിക്കാൻ പോകുന്ന ഹരി? സർവത്ര, എല്ലായിടത്തും ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ഈ തൂണിൽ കാണുന്നില്ല? കാണൂലോ. പ്രഹ്ലാദ് നോക്കുമ്പോ തൂണിലുണ്ട് ഹരി, സർവേശ്വരൻ. എന്നാൽ ആ ഹരി നിന്നെ രക്ഷിക്കുന്നുവെന്ന് കാണട്ടെ എന്ന് ചെന്നാണ് വാളുമായി പ്രഹരിച്ചത് തൂണിന്. ആ സമയത്ത് അണ്ടകടാഹങ്ങളെ മുഴക്കുന്ന ഒരു നിനാദമുണ്ടായി. ഈ ഒരു പ്രണവ നിനാദം നമ്മുടെ ഉള്ളിലും സംഭവിക്കണം. അതിനുള്ള ഒരു രംഗമൊരുക്കാൻ ഒരു വശത്ത് നമ്മുടെ അധാർമിക വാസനകളും ഭ്രാമക താല്പര്യങ്ങളൊക്കെ ഇരിക്കട്ടെ, മറുവശത്ത് ആചാര്യന്മാരിൽ നിന്നും ശാസ്ത്രഗ്രന്ഥങ്ങളിൽ നിന്നും ലഭിച്ച തത്വബോധവും ഇരിക്കട്ടെ. ഈ 2 ഘടകങ്ങൾ ഒന്നിച്ചു വന്നാൽ ഭഗവാൻ അവതരിക്കാറായി. മനസ്സിലായില്ലേ? ഭഗവാൻ അവതരിച്ചു. എന്തിനാണ് ഭഗവാൻ അവതരിച്ചത്? സത്യം വിധാതും നിജഭൃത്യ ഭാഷിതം വ്യാപ്തിം ച ഭൂതേഷു അഖിലേഷു ചാത്മന അദൃശ്യതാത്യദ്ഭുതരൂപമുദ്വഹൻ സ്തംഭേ സഭായാം ന മൃഗം ന മാനുഷം. സകലരുടെയും സത്യവചസ്സുകളെ, ഭഗവത് ഭൃത്യന്മാരായിട്ടുള്ള ശ്രീനാരദന്റെയും ബ്രഹ്മാവിൻ്റെയും സനകാദി ഋഷീശ്വരന്മാരുടെയും അതുപോലെ പ്രഹ്ലാദന്റെയും ഒക്കെ വാക്കുകളെ സത്യമാക്കാനായിക്കൊണ്ട് ആ നരസിംഹമൂർത്തി മനുഷ്യനുമല്ല മൃഗമല്ല എന്നുള്ള നിലയിൽ അവതാരത്തെ ചെയ്തു. എന്നിട്ടോ അസുരന്മാരൊക്കെ കൂടി ആക്രമിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നു. പക്ഷേ ഹിരണ്യകശിപു അവരെയൊക്കെ തടഞ്ഞു. സകല ആയുധങ്ങളുമായി ഈ നരസിംഹപ്രഭുവിൻ്റെ മുന്നിലേക്ക് എപ്രകാരമാണോ അഗ്നിയിലേക്ക് പതംഗങ്ങൾ കുതിച്ചു ചെല്ലുന്നത് അതുപോലെ ചെന്നു. നരഹരി ആ ഹിരണ്യകശിപുവിനെ ഹനിക്കും. ഇങ്ങനെ
ധർമ്മ സംസ്ഥാപനം, ശിഷ്ട രക്ഷണം, ദുഷ്ട ശിക്ഷണം ഒക്കെ ആ പ്രഭു സാധിച്ചു. അങ്ങനെ അനുഗ്രഹിച്ച സാക്ഷാൽ നരസിംഹമൂർത്തി നമ്മുടെ എല്ലാവരുടെയും അന്ധകരണത്തിൽ തത്വബോധത്തിൻ്റെ പ്രഹ്ലാദ ബാലകൻ ഒരു വശത്തും, മറുവശത്ത് ഒരുപാട് ഭൗതിക വാസനകൾ അരങ്ങ് തകർക്കുന്ന അവസ്ഥ. ഈ പരിസരത്തിലേക്ക് ആ നരസിംഹമൂർത്തി അവതാരം ചെയ്യട്ടെ. തത്വജ്ഞാനത്തിൻ്റെ വിജയം അത് സംഭവിക്കുമാറാവട്ടെ എന്ന് നമുക്ക് ഈ ആഖ്യാനത്തെ സംബന്ധിച്ച് പ്രാർത്ഥിക്കാം. ഇപ്പം ഭൂതഭൗതികമായിട്ടുള്ള മായിക താല്പര്യങ്ങൾ നമ്മുടെ എല്ലാ മുക്തി കവാടങ്ങളെയും അടയ്ക്കുമെങ്കിലും ഭഗവാന്റെ കാരുണ്യം അതിലൊരു പഴുത് കണ്ടെത്തും എന്നുള്ളത് വലിയ ആശ്വാസമാണ്. അതിനുവേണ്ടി അവസരം കിട്ടുമ്പോഴൊക്കെ പ്രാർത്ഥിക്കാൻ സാധിക്കട്ടെ. ബാക്കിയുള്ള സമയത്തൊക്കെ നമ്മൾ ഈ വാസനയുടെ പിറകിലായിരിക്കും. അവസരം കിട്ടുമ്പോഴൊക്കെ പ്രാർത്ഥിക്കാം. പ്രഭോ, ഞാൻ തന്നെ എന്നെ കൈവിട്ടു പോകുന്ന അവസ്ഥയുണ്ട്, അങ്ങ് തന്നെ ഇടപെട്ട് രക്ഷിച്ചാലേ രക്ഷയുള്ളൂ. ഈശ്വരോ രക്ഷത്തു. കുറച്ച് സമയം കൂടുതലെടുക്കാൻ സംഘാടകർ അനുവാദം തന്നതനുസരിച്ചാണ് സമയം കുറച്ച് കൂടുതലെടുത്തത്. എത്തിച്ചേരാൻ കുറച്ച് താമസിച്ചു പോയി, ട്രെയിൻ വൈകിയതുകൊണ്ട്. ഏതായാലും ഒരിക്കൽ കൂടി ഈ സത്രവേദിയിൽ സംബന്ധിക്കാൻ സാധിച്ചതിൽ കൃതാർത്ഥതയുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക് മുമ്പിൽ പ്രണമിച്ചുകൊണ്ടും ഈ സത്ര സംഘാടക സമിതിയെ ഉത്തരോത്തരം അവരുടെ ശ്രമങ്ങൾ വിജയിക്കുമാറാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അഭിനന്ദിക്കുകയും ചെയ്തുകൊണ്ട് ഉപസംഹരിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ